വിശ്വാസത്തിന്റെയും വചനം പറഞ്ഞുകൊണ്ട് പരിശുദ്ധ പ്രവാചകന് പുറപ്പെട്ടു പോയിരുന്നതാകുന്ന ബീബി ഖദീജ റളിയല്ലാഹു അൻഹാ മഹദി അവറുകൾ റമളാൻ 15-ന്റെ അന്ന് വഫാത്തായി. അപ്പോൾ 3 ദിവസം വ്യത്യാസമുണ്ട്. അപ്പൊ പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത ദുഃഖമായി. കാരണം 3 ദിവസം മുമ്പ് പിതൃവ്യ മരണപ്പെട്ടു പോയി. തന്റെ നാട്ടിൽ എന്ത് പ്രശ്നമുണ്ടായാലും നാട്ടുകാർക്കിടയിലും കൂട്ടുകാർക്കിടയിലും തന്റെ കുടുംബക്കാർക്കിടയിലും എപ്പോഴും തനിക്കൊരു സുരക്ഷയുടെ കവചം തീർത്തിരുന്നതാകുന്ന പിതൃവ്യനാകുന്ന അബൂ ത്വാലിബ് 3 ദിവസം മുമ്പ് മരണപ്പെട്ടു പോയതാണ്. തൊട്ടു പുറകെ അതിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ തനിക്ക് എല്ലാ നിലയ്ക്കും താങ്ങും തണലുമായി നിലകൊണ്ട് സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും എല്ലാ നിലയ്ക്കും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിലകൊണ്ടതായ മഹദിയാകുന്ന ഖദീജ റളിയല്ലാഹു അൻഹാ മഹദി അവറുകൾ 15-ന്റെ അഥവാ 3 ദിവസം കഴിഞ്ഞപ്പോൾ വഫാത്തായി. ഇത് രണ്ടും വലിയ വിഷമം ലഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമാണല്ലോ. നമുക്ക് ചില മരണങ്ങൾ അങ്ങനെയാണ്, താങ്ങാൻ പറ്റൂല, ഹൃദയത്തിൽ വല്ലാതെ കൊള്ളും. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുഃഖിക്കുകയാണ്. ഇത് പരിശുദ്ധമായ നബുവത്ത് കിട്ടിയതിന്റെ 10ാമത്തെ വർഷമാണ്. നബി തങ്ങൾക്ക് അന്ന് വയസ്സ് 49 വയസ്സും 6 മാസവുമാണ് പ്രായമുള്ളത്. ആ വർഷത്തിന് പേര് വെക്കപ്പെട്ടു ദുഃഖവർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരു വർഷം വളരെയേറെ ദുഃഖിതനായിരുന്നു. കാരണം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള ആ ജീവിതം വളരെയേറെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അത്രമേൽ വളരെ സ്നേഹം കൊടുത്തതാകുന്ന പരിശുദ്ധ പ്രവാചകന്റെ ഹൃദയം കൈയടക്കിയതാകുന്ന ഒരു വനിതയാണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. പിന്നീട് അത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അടക്കമുള്ളതാകുന്ന മഹിളകൾക്ക് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾക്ക് അത് വ്യക്തമായിട്ടുണ്ട്. പലപ്പോഴും അവരുടെ പേരിൽ ആടിനെ അറുത്തിട്ട് ദാനം ചെയ്യുമായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി. ഒക്കെ ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല. ഹദീസൊക്കെ ഒരുപാട് പറയാനുണ്ട്. നമ്മുടെ വിഷയം ബന്ധപ്പെട്ടത് മാത്രം പറഞ്ഞു പോ. അങ്ങനെ ഒരു വർഷത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുഃഖിതനായി നിലകൊണ്ടു. പിറ്റേ വർഷം റജബ് 27-ന്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിന് ഒരു സന്തോഷത്തിന്റെ കുളിരിന്റെ ആനന്ദ തീർത്ഥവുമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് മുത്തുനബിയെ കൊണ്ടുപോവുകയാണ്. ആരിലേക്ക്? അല്ലാഹുവിന്റെ തിരുഹദ്റത്തിലേക്ക് കൊണ്ടുപോയ. ദുഃഖിച്ചിരിക്കുന്ന പ്രവാചകർക്ക് ഒരു സന്തോഷത്തിന്റെ ഒരു ടൂർ ഒരു യാത്ര. നമ്മളങ്ങനെയാണല്ലോ, വിഷമവും ദുഃഖമൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഫാമിലി ആയിട്ടൊന്ന് പുറത്തേക്ക് കൊണ്ടുപോകും, ഒന്ന് കടപ്പുറത്തൊക്കെ പോയി അല്ലേ. അന്യരായ ആളുകളുമായിട്ടൊന്നും കലരാതെ, അന്യ സ്ത്രീകളുമായിട്ടൊന്നും കലരാതെ നമ്മൾ കടപ്പുറത്ത് പോയി 10 മിനിറ്റ് കുടുംബവുമായി ചെലവഴിക്കുന്നതിൽ ഇസ്ലാമിൽ യാതൊരു തെറ്റൊന്നുമില്ല. കടപ്പുറത്ത് പോകുന്ന തെറ്റൊന്നുമല്ല. പക്ഷേ ഹറാമായ ചെയ്തികളും പ്രവർത്തനങ്ങളും ഗാനമേളകളും അത്തരത്തിലുള്ളതാകുന്ന കാര്യങ്ങളിലും ഇടപെടുമ്പോഴാണ് പ്രശ്നം. അന്യ സ്ത്രീകളുമായി കൂടിക്കലരുമ്പോഴാണ് പ്രശ്നം. കടപ്പുറത്തിന്റെ ഒരു ഭാഗത്തൊരു മൂലയ്ക്ക് പോയിരിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. കടൽ ഭാഗത്തല്ലേ സയ്യിദുനാ ഖദർ അലൈഹിസ്സലാം ഏറ്റവും കൂടുതൽ നിലകൊണ്ടിട്ടുള്ളത്. ഇന്നും ജീവിച്ചിരിക്കുന്നതാകുന്ന പ്രവാചകനാണ് സയ്യിദുനാ ഖദർ അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കി ഔലിയാക്കളുടെ സ്ഥലമാണത്, മഹാന്മാരുടെ സ്ഥലമാണത്. ഇന്നത് മോശപ്പെട്ടതാകുന്ന സ്ഥലങ്ങളായി മാറിയെന്ന് കാലത്തിനനുസരിച്ചുകൊണ്ട് അത്തരത്തിൽ മാറ്റപ്പെട്ടു. നമുക്ക് അങ്ങോട്ട് പോകാൻ തന്നെ പേടിയായി മാറി. അപ്പൊ അങ്ങനെ ഒരു ടൂറാണ് ഇവിടെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്യാൻ. മനോഹരമായ ടൂർ. ലോകത്ത് ഇന്നുവരെ ആരും പോയിട്ടില്ലാത്ത, എന്നാൽ മനസ്സുകൊണ്ട് അങ്ങേയറ്റം കൊതിച്ചു പോകുന്നതാകുന്ന ഒരു സുന്ദരമായ യാത്രയാണ് മിഅ്റാജ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഈ യാത്രയെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും ആത്മാവ് പോയതാണെന്ന് കരുതരുതേ, കേവലം ഒരു സ്വപ്നത്തിന്റെ യാത്രയാണെന്ന് കരുതരുതേ.
അങ്ങനെ നിങ്ങൾ കരുതാൻ പാടില്ല. ചിലരങ്ങനെ പറയുന്നുണ്ട്, ഇതൊരു സ്വപ്നമായിരുന്നു. യുക്തിവാദികൾ ഇപ്പോഴും വാദിക്കുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ സാധ്യമാകൂല. ഇത്ര ദൂരെയൊന്നും പോയിട്ട് വരാൻ ഒരിക്കലും അവസരമില്ല, അങ്ങനെയൊന്നും പറ്റൂല. മുത്തുനബി ആരാൻ? അഷ്റഫുൽ ഖൽഖാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, സൃഷ്ടികൾ വെച്ച് ഏറ്റവും അത്യുത്തമരാൻ. അതുകൊണ്ട് തന്നെ ആ പരിശുദ്ധ പ്രവാചകൻ സർവ്വ അമ്പിയാക്കളെക്കാൾ ശ്രേഷ്ഠരായ പ്രവാചകൻ, മനുഷ്യരെക്കാളല്ല, അമ്പിയാക്കളെക്കാൾ തന്നെ അത്യുത്കൃഷ്ട പ്രവാചകനാകുന്ന മുത്തുനബിക്ക് ലോകത്തുള്ളതാകുന്ന സർവ്വശാസ്ത്രത്തെയും ശാസ്ത്രജ്ഞന്മാരെയും വെല്ലുവിളിക്കുന്ന നിലയ്ക്കുള്ള ഒരു യാത്ര തന്നെ വേണം. അതാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ചന്ദ്രനിൽ പോയി കാലുകുത്തിയ മുഹമ്മദിനെ ഇവിടെ ഉള്ളവർ ചന്ദ്രനിൽ പോയി കാലുകുത്തിയിട്ട് ഞങ്ങൾ കുത്തിയെന്ന് പറയാമല്ലോ. അതുകൊണ്ട് അതിനേക്കാൾ വലിയ യാത്ര അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു നോക്കാണ്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനിനെ കുറിച്ച് പഠിപ്പിച്ചതെന്താണ്? അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങൾ ആരാണ്, അല്ലാഹുവിനെ തഖ്വ വെച്ച് ജീവിക്കുന്നവരാരാണ് എന്ന് പരിചയപ്പെടുത്തുന്നു. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യ ലോകത്തെ കൊണ്ടും അദൃശ്യ കാര്യങ്ങളെ കൊണ്ടും വ്യക്തമായി വിശ്വസിക്കുന്നവർ, അവരാണ് മുത്തഖീങ്ങളെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങളെ ശിരസ വഹിക്കുന്ന മാത്രമല്ല, അല്ലാഹു നിരോധിച്ച കാര്യങ്ങളെ പരിപൂർണമായി തൃണവൽഗണിക്കൽ മാത്രമല്ല. തഖ്വ എന്നാൽ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ഇത്തരത്തിലുള്ള മിഅ്റാജിന്റെ സന്ദേശങ്ങൾ നിങ്ങളിലേക്ക് പറയപ്പെടുമ്പോ പരിപൂർണമായി വിശ്വസിക്കണേ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യ ലോകങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ് മുത്തഖി എന്ന് വിശുദ്ധമായ ഖുർആൻ. 16,15,15,000 കിലോമീറ്റർ അകലെ നിന്നുകൊണ്ട് തീതുപ്പുന്നതാകുന്ന സൂര്യൻ 1-ാം ലോകത്തിന്റെ താഴ്ഭാഗത്താണ് എന്ന് ശാസ്ത്രലോകം വിധി എഴുതുമ്പോ അതിനപ്പുറത്തേക്ക് അള്ളാഹുവിന്റെ തിരു ഹബീബ് പോയി എന്ന് പറയുമ്പോ 7 ആകാശങ്ങൾക്കപ്പുറം ആലമുൽ ജബറൂത്തും മലക്കൂത്തും നാസൂത്തും കഴിഞ്ഞ് അള്ളാന്റെ തിരുസവിധത്തിൽ ചെന്നു എന്ന് മനുഷ്യ മാനവാദിന്റെ കാതിനോട് പറയപ്പെടുമ്പോ അതിനെ കൊണ്ട് വിശ്വസിക്കൽ നിർബന്ധമാണ്. നീ സ്വർഗത്തെ കൊണ്ട് വിശ്വസിച്ചതുപോലെ ആ സ്വർഗം നീ കണ്ടിട്ടില്ല. നീ നരകത്തെ കൊണ്ട് വിശ്വസിച്ചില്ലയോ, ആ നരകവും നീ ദർശിച്ചവനല്ല. നീ പരിശുദ്ധമാക്കപ്പെട്ടതായ സിറാത്ത് പാലവും കണ്ടവനല്ല. നീ പരിശുദ്ധമാക്കപ്പെട്ടതായ മഹ്ശറ നീ കണ്ടവനല്ല. എത്രയോ കാര്യങ്ങൾ നീ പരിചയപ്പെടാനുണ്ട്. അള്ളാഹുവിന്റെ മലക്കുകളെ മുഅ്മിനേ നീ കണ്ടവനാണോ? ഏതെങ്കിലും പ്രവാചകരെ കണ്ടവനാണോ? ഇല്ല, കണ്ടിട്ടില്ല. ഇതിനെ കൊണ്ടെല്ലാം വിശ്വസിക്കൽ മുഅ്മിനേ നിർബന്ധമാണ്. അങ്ങനെ വിശ്വസിക്കുന്നതായ ആളുകൾ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യ ലോകങ്ങളെ കൊണ്ട് നിന്റെ ഹൃദയത്തുകൊണ്ട് ചിന്തിക്കപ്പെടാത്തതായ കാലഘട്ടത്തിലേക്ക്, നിന്റേതാകുന്ന ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നതാകുന്ന ഒരു തലത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ പോയപ്പെടുന്നു പറയുമ്പോ ഒരിക്കലും നീ അദൃശ്യതയെ കൊണ്ട് കളവാക്കരുതേ. പരിപൂർണമായി വിശ്വസിക്കണേ. അങ്ങനെ വിശ്വസിക്കുന്നവനാണ് മുത്തഖി എന്ന് വിശുദ്ധമായ ഖുർആൻ.
അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു യാത്ര പോയി എന്ന് മക്കയിലെ മുശ്രിക്കുകൾ വിളംബരം നടത്തിയപ്പോ അള്ളാന്റെ റസൂല് യാത്ര കഴിഞ്ഞു വന്നുകൊണ്ട് ജനങ്ങളോട് പറയുമ്പോ ജനങ്ങളെല്ലാവരും അവിശ്വസിക്കുകയാണ്. മുസ്ലിമായ ചില സഹാബികൾ പോലും അവർ മുർത്തദായി പോകുകയാണ്, നഊദു ബില്ലാഹ് കാഫിറായി പോവുകയാണ്. അള്ളാന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിച്ചതായ സഹാബത്തിൽ പലരും ഇത് കേട്ടുകൊണ്ടവർ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോവുകയാണ്. മുഹമ്മദ് അള്ളാനെ കണ്ടിട്ട് തിരിച്ചു വന്നു എന്നിതാ വാദിക്കുകയാണ്. 1400 വർഷം മുമ്പ് ഇന്നുള്ളതാകുന്ന ആധുനിക സൗകര്യങ്ങളില്ലാത്ത കാലഘട്ടമല്ലയോ, ഫ്ലൈറ്റിന്റെ യുഗമില്ലാത്തതായ കാലഘട്ടമല്ലയോ, മനുഷ്യനങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റാത്തതായ സാഹചര്യമല്ലയോ, ആ കാലഘട്ടത്തിൽ ഇതാ പലരും മുർത്തദാവുകയാണ്, അവിശ്വാസിയാകുകയാണ്, കാഫിറാവുകയാണ്. കുഫാറുകൾ ആഘോഷിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. മുഹമ്മദ് ഇതാ വിളംബരം ചെയ്തിരിക്കുന്നു, ഞാൻ അള്ളാനെ കണ്ടിട്ട് തിരിച്ചു വരികയാണ്. അപ്പോഴാണ് ദൂരെ നിന്ന് ഒരു പാവപ്പെട്ട മനുഷ്യന് കടന്നു വരുന്നത്. ഇത് മുഹമ്മദിനോടൊപ്പം എപ്പോഴും സഹവസിക്കാറുള്ള മനുഷ്യനാണ്. അവൻ്റെതാകുന്ന ഈമാനിനെ ഒന്ന് ചോദ്യം ചെയ്യാൻ പറ്റിയ സമയമാണ്. അബൂബക്കർ എന്ന പാവപ്പെട്ടതാകുന്ന സ്വഹാബിയെ കണ്ടപ്പോ അവിശ്വാസികൾ അദ്ദേഹത്തിനെ വലയം ചെയ്തുകൊണ്ട് പറയുകയാ, നിന്റെ മുഹമ്മദ് അള്ളാനെ ഇന്നലത്തെ രാത്രിയിൽ കുറഞ്ഞ സമയം കൊണ്ട് കണ്ടിട്ടിതാ തിരിച്ചു വന്നിട്ടുണ്ട് മക്കയിൽ. നീ ആ മുഹമ്മദിനെ വിശ്വസിക്കുന്നുണ്ടോ? അഫതുസദ്ദിഖൂനഹു ആ മുഹമ്മദിനെ നീ വാസ്തവീകരിക്കുന്നുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ അബൂബക്കർ പറയുകയാണ്, മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ സദഖതു, ഞാൻ വിശ്വസിച്ചു, ഞാൻ പരിപൂർണമായി വാസ്തവീകരിക്കുകയാണ്. അതിനേക്കാൾ അപ്പുറം ഞാൻ വിശ്വസിക്കാൻ തയ്യാറാണ് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ഇത് അല്ലാഹുവിന്റെ റസൂൽ അറിഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾ പേര് വെക്കുകയാണ്. അബൂബക്കർ എന്നല്ല പേര് ഇനി ലോകം മുഴുവനും അദ്ദേഹത്തെ അറിയപ്പെടേണ്ടത് അബൂബക്കറിന് സിദ്ദീഖ്. പരിപൂർണമായി അദൃശ്യ ലോകങ്ങളെ കൊണ്ട് വിശ്വസിച്ചതായ ഈ വ്യക്തിയാണ്. അദ്ദേഹം സിദ്ദീഖാണ്, സത്യസന്ധനാണ്. അല്ലാഹുവേ പടച്ച റബ്ബേ, ഈ ശൈഖ് അവരുടെ പരിസരത്ത് ഒരുമിച്ച് കൂടിയ ഞങ്ങളുടെ ഹൃദയത്തിലും ആ വിശ്വാസം ഉറപ്പിക്കണേ അല്ലാ. അദൃശ്യമായ കാര്യങ്ങളെ കൊണ്ടുള്ള വിശ്വാസം ഞങ്ങൾക്ക് നീ ഉറപ്പിക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ സിദ്ദീഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഞാനത് തുടക്കം തന്നെ പറയുന്നത്, വിശ്വാസം ചാഞ്ചല്യപ്പെടാൻ പാടില്ല. എല്ലാം അദൃശ്യതയാണ്. സ്വർഗം, നരകം, മഹ്ശറ, ഇതൊക്കെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സിറാത്ത്, ഇതൊക്കെ പ്രവാചകന്മാർ പഠിപ്പിച്ചത്, സ്വഹാബത്ത് പറഞ്ഞു കൊടുത്തത്, താബീയങ്ങൾ പറഞ്ഞു കൊടുത്തത്, തബഉ താബീയങ്ങൾ കൈമാറുന്നത്, അയിമ്മത്തുകൾ ക്രോഡീകരിച്ചത്. ഇത് പഠിച്ച് നമ്മളങ്ങ് അമൽ ചെയ്യുന്നു. അങ്ങനെ ഉണ്ട് എന്നുള്ള വിശ്വാസം. നമ്മളാരും ഒരു സ്വഹാബിയെ കണ്ടവരല്ല. നമ്മളാരും ഒരു താബീനെ പോലും കണ്ടിട്ടില്ല, തബഉ താബീയങ്ങളെ പോലും കണ്ടിട്ടില്ല. നമ്മൾ സമസ്തയിലെ സമുന്നതരാകുന്ന നേതാക്കൾ, പണ്ഡിതന്മാർ, അവരെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അത് മതി. അതൊരു പരമ്പരയാണ്. ഔലിയാക്കളിലേക്കെത്തും ആ പരമ്പര. ആ ഔലിയാക്കൾ നേരെ ചെല്ലും അയിമ്മത്തുകളിലേക്കെത്തും ആ പരമ്പര. അവിടുന്ന് നേരെ പണ്ഡിതരാകുന്ന താബീയങ്ങളിലേക്കെത്തും, അവിടുന്ന് തബഉ താബീയങ്ങളിലേക്കും, അവിടുന്ന് സ്വഹാബത്തിലേക്കെത്തും, അവിടുന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കെത്തും. അങ്ങനെ കൈമാറ്റം ചെയ്തു വന്നതാണ് ഈ ദീൻ. ഇപ്പൊ ഈ അടക്കുന്ന മഹാന്മാരൊക്കെ ദീനിൻ്റെതാകുന്ന ദഅവത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് വന്നതാണ്. അള്ളാഹുവരുടെ തണല് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ അത്തരത്തിലുള്ള അദൃശ്യ ലോകങ്ങളെ കൊണ്ട് വിശ്വസിച്ചേ പറ്റൂ. ഇങ്ങനെ ഒരു യാത്ര കളവാക്കാൻ പാടില്ല. ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് പറയാൻ കാരണം. ഭൂമിയിലുള്ള ദൂരം നമ്മൾ അളക്കുക കിലോമീറ്റർ അടിസ്ഥാനത്തിലാണ്, അല്ലേ? ഇവിടുന്ന് ഇത്ര കിലോമീറ്റർ വിട്ലയിലേക്ക് ഇത്ര കിലോമീറ്റർ ഉണ്ടാവും, ഒരു 30 കിലോമീറ്റർ. സുള്ളിയ ഉദ്ദേശിക്കുക. സുള്ളിയിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? 30 കിലോമീറ്റർ ഉണ്ടോ? നിങ്ങളെക്കാൾ നല്ലപോലെ എനിക്കറിയാം. ഞാൻ ഒരു മനക്കണക്ക് പറഞ്ഞതാണ്. 30 കിലോമീറ്റർ. അപ്പൊ അത് കിലോമീറ്ററാണ്. ദുന്യാവ്, നമ്മളെ ഈ ഭൗമിക ലോകം അളക്കുന്നത് കിലോമീറ്റർ അടിസ്ഥാനത്തിലാണ്. ഭൂമി അല്ലാത്തതാകുന്ന വസ്തുക്കളെ അളക്കുന്നതൊക്കെ തന്നെ പ്രകാശവർഷം കൊണ്ടാണ്.
പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ പ്രകാശം സഞ്ചരിക്കുന്നത് 3 ലക്ഷം കിലോമീറ്റർ ആണ്. 3 ലക്ഷം 3 ലാഖ് ആണ്. 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കും. ഒരു വർഷം പ്രകാശം സഞ്ചരിക്കുന്നതിനെ 10 ട്രില്യൺ കിലോമീറ്റേഴ്സ് എന്നാണ് പറയുക. 10 ട്രില്യൺ കിലോമീറ്റേഴ്സ്. ഒരു പ്രകാശ വർഷം എന്ന് പറയുന്നത് 10 ട്രില്യൺ കിലോമീറ്റേഴ്സ് ആണ്. നമ്മുടെ ഈ ദുന്യാവിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്കുള്ളതാകുന്ന ദൂരം 10 ട്രില്യൺ കിലോമീറ്റേഴ്സ് ആണ്. അഥവാ ഒരു പ്രകാശ വർഷമാണ്. ഒരു പ്രകാശത്തിന് ഒരു സെക്കൻഡ് സഞ്ചരിക്കുന്ന ദൂരം എത്രയാണ്? 3 ലക്ഷം കിലോമീറ്റർ. 10 ട്രില്യൺ കിലോമീറ്റേഴ്സ് ആണ്. കോടിക്കണക്കിന് കിലോമീറ്റർ ആണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു പ്രകാശ വർഷം, ഒരു വർഷം മുഴുവൻ ഒരു പ്രകാശം സഞ്ചരിച്ചാൽ എത്തുന്നതായ ദൂരമാണ് ഈ പറയുന്നത്. 10 ട്രില്യൺ കിലോമീറ്റേഴ്സ്. അപ്പോൾ ഒരു ഭാഗത്ത് ദുന്യാവിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തിലേക്കുള്ള ദൂരം കണക്കാക്കപ്പെടുന്നത് ഏകദേശം, ശാസ്ത്രം ഇപ്പോൾ അവിടം വരെ എത്തിയിട്ടുള്ളൂ. അവർ പറയുന്നത് ഇത്രയുണ്ട്, 10 ട്രില്യൺ കിലോമീറ്റേഴ്സ് എങ്കിലും ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ എത്രയാണ്? 7 ആകാശങ്ങൾക്കപ്പുറം മുത്തുനബി പോയത്. സിദ്റത്തുൽ മുന്തഹയ്ക്കപ്പുറം അള്ളാഹുവിൻ്റെ തിരുഹദ്റത്തിൽ എത്ര ലോങ്ങാ പോയിട്ട് വന്നത്? രാത്രിയിൽ നിന്ന് വളരെ കുറഞ്ഞ സമയം. മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു യാത്ര? അതാ ഞാൻ പറഞ്ഞത്, ചന്ദ്രനിൽ കാലുകുത്തുന്നതാകുന്ന മാനവനുള്ളതാകുന്ന കാലഘട്ടത്തിൽ മുഹമ്മദ് നബി 1400 വർഷം മുമ്പ് ചന്ദ്രനിൽ പോയി വന്നു എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. അതിനപ്പുറം പോയെങ്കിലേ ശാസ്ത്രം കൂടുതൽ പഠിക്കുകയുള്ളൂ, മനസ്സിലാക്കുകയുള്ളൂ. ഇത് 1400 വർഷം മുമ്പാണ്. അന്നിപ്പോൾ ഇവിടുന്ന് സൗദിയിലേക്ക് ഫ്ലൈറ്റ് ഇല്ല, സൗകര്യങ്ങളില്ല, അങ്ങനെ പോകുന്നവരല്ല. ഇന്നിപ്പോൾ എല്ലാ മാധ്യമങ്ങളും വന്നിട്ടുണ്ട്. ഇന്നത്തെ മനുഷ്യൻ അതൊക്കെ ചിന്തിക്കാൻ സാധ്യമാണ് എന്ന് പറയാം. 1400 വർഷം മുമ്പ് പിഴച്ചു പോകും, മനസ്സിലാക്കണം. ഇത് പറയപ്പെടുമ്പോൾ ഒരു സംഭവ വികാസം ഇല്ലാത്തതാകുന്ന മരുഭൂമിയിൽ ഇരുന്ന് കണ്ടാണ് പരിശുദ്ധ പ്രവാചകൻ ഒറ്റ രാത്രിയിൽ നിന്ന് കുറഞ്ഞ സമയം ഇതാ പോയിട്ട് വന്നെന്ന് പറയുന്നത്. അതാ ഖുർആൻ പറയുന്നത്. ഖുർആൻ അതിങ്ങനെ ആ രാപ്രയാണത്തിന്റെ പേര് തന്നെ ഇട്ടു, സൂറത്തുൽ ഇസ്റാ, നിശാപ്രയാണം. ആ സൂറത്തിന്റെ പേര് തന്നെ അങ്ങനെയാണ്. ആ സൂറത്ത് ഓതിയവരുണ്ടോ ജീവിതത്തിൽ? എപ്പോഴെങ്കിലും ഓതിയവരൊന്ന് കൈയുയർത്തിക്ക്. 10 ഓതിയവരുണ്ടാവുമല്ലോ. അപ്പോൾ ഓതിയിട്ടുണ്ടാവും, മാഷാ അല്ലാഹ്. ബാക്കിയുള്ളവരൊക്കെ ഇപ്പോഴും ഖുൽ അല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അത് തന്നെ ഓതി നിസ്കരിക്കാൻ. അതുകൊണ്ടാന്നല്ല, നല്ല സൂറത്താണ്, അതിനപ്പുറത്തേക്ക് പോകുന്നില്ല. ഖത്തമൊക്കെ ഓതണം. അള്ളാഹ് നല്ല മാസങ്ങളും നല്ല ദിവസങ്ങളും അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇപ്പോഴേ തുടങ്ങി വെക്ക്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സൂറത്ത് ഓതാത്തവരപ്പം സംബന്ധിച്ചിടത്തോളം ഖത്ത് ഓതാത്തവരെന്നാ വരിക. ഖുർആനിലുള്ളതാകുന്ന സൂക്തമാണത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലാ. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഇസ്റാ തുടങ്ങുന്നത് തന്നെ അതിശയോക്തിയുടെ പദമിട്ടുകൊണ്ടാണ്. സുബ്ഹാനല്ലദീ, ഒരുത്തനത്ര പരിശുദ്ധനാണ്, പരിശുദ്ധനാണ്. ആരാണ് ഈ അതിശയോക്തിയുടെ പദം ഇടുന്നത്? അള്ളാഹു ആണ് ഇടുന്നത്. അള്ളാഹുവിന്റെ കലാമാണല്ലോ ഖുർആൻ. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല അതിശയോക്തിയുടെ ഒരു പദം ഇട്ടപ്പോൾ തന്നെ പണ്ഡിതന്മാർ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഇതൊരിക്കലും ഈ പ്രയാണം എന്തല്ല, ആത്മാവ് കൊണ്ടല്ല, സ്വപ്നം കണ്ടതല്ല, മനസ്സുകൊണ്ട് പോയതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ അള്ളാഹിന്റെ അടുക്ക്. പിന്നെ എങ്ങനെയാണ്? ശരീരം കൊണ്ട് തന്നെ പോയതാണ്. അതുകൊണ്ടാണ് ഇത്ര അതിശയോക്തിയായിട്ട് പറയാൻ കാരണം, ഇത്ര അതിശയോക്തി പ്രകടിപ്പിക്കാൻ കാരണം. സ്വപ്നം കണ്ടതിലാണെങ്കിൽ അതിശയോക്തി പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളൊക്കെ സ്വപ്നം കാണുന്നവരാണ്. ഇപ്പൊ ഈ സദസ്സിലിരുന്ന് തന്നെ ഉറങ്ങിയിട്ട് നല്ല മട്ടനും ചിക്കനും കഴിച്ചായിട്ടൊക്കെ കാണുന്നവരുണ്ടാവും. കുഴിമന്തിയൊക്കെ കഴിച്ചാക്കിയിട്ട് സ്വപ്നം കാണുന്നുണ്ടാവും. എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒന്നും കഴിച്ചിട്ടില്ല, ഇങ്ങനെ ഇള ഒളിപ്പിച്ച് വെച്ചേക്കാണ് സംഭവം. ഉറക്കമായിരുന്നു. ഉറക്കത്തിൽ കടന്ന് ചിലപ്പോൾ ഹജ്ജ് ചെയ്തിട്ടുണ്ടാവും, ഉംറ ചെയ്തവരുണ്ടാവും. ആത്മാക്കളുടെ ലോകം അങ്ങനെയാണല്ലോ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഇന്നൽ അർവാഹ യുറജൂന ഇലസ് സമാ.
നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മനുഷ്യ മാനവ, നീ ഉറങ്ങിക്കിടക്കുന്ന വേളയിൽ നിന്റെ ആത്മാവിനെ ഇതാ അല്ലാഹു കൊണ്ടുപോവുകയാണ്. ഇന്നൽ അർവാഹ യുറജൂന ഫീ മനാമിഹിം ഇലസ്സമാ. ഓരോ മനുഷ്യരും ഉറങ്ങിക്കിടക്കുന്നതായ വേളയിൽ അവന്റെ ആത്മാവിനെ അല്ലാഹു കൊണ്ടുപോകുമേ 7 ആകാശങ്ങൾക്കപ്പുറത്തേക്ക് കൊണ്ടുപോകുകയാണ്. നമ്മളൊക്കെ ഉറങ്ങുമ്പോ നമ്മുടെ ആത്മാവ് എവിടെയാ? ആത്മാവിനെ അങ്ങ് കൊണ്ടുപോകും ആകാശങ്ങളുടെ മുകളിലേക്ക്. സയ്യിദുനാ റസൂലുള്ളാഹി. ശ്രദ്ധിക്കും, ആത്മാക്കളുടെ ലോകം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി ചെയ്യുകയാണ്, ഇന്നൽ അർവാഹ യുറജൂന ഫീ മനാമിഹിം ഇലസ്സമാ. മനുഷ്യൻ ഉറങ്ങിക്കിടക്കുന്ന വേളകളിൽ അവരുടെ ആത്മാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങൾക്കപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. എന്നിട്ട് അല്ലാഹു പറയുമത്രേ, ആത്മാക്കളോടായി കൽപ്പിക്കപ്പെടുകയാണ്, ഫതുഉമറു ബിഹിം ബിസ്സുജൂദി ഇൻദൽ അർശി. മനുഷ്യരുടെ ആത്മാക്കളോട് അല്ലാഹുവിന്റെ അർശിനോട് ബന്ധിക്കാൻ പറയുമത്രേ. ആ അർശിന് സുജൂദ് ചെയ്യാൻ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാക്കളോട് കൽപ്പിക്കപ്പെടുമത്രേ. ഫഇൻ ബാത ത്വാഹിറാ തസ്ജുദു ബൈനൽ അർശി. മനുഷ്യ, നീ പാതിരാത്രി സമയത്ത് ശുദ്ധീകരിച്ചുകൊണ്ടാണ് ഉറങ്ങിയത് എങ്കിൽ വളു എടുത്തുകൊണ്ട് നല്ല രീതിയിൽ നിയ്യത്ത് വെച്ചുകൊണ്ടാണ്, മാന്യമായ വസ്ത്രം ധരിച്ചുകൊണ്ട്, നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് ശുദ്ധിയാക്കിക്കൊണ്ടാണ് മുഅ്മിനെ മുഅ്മിനത്തെ നീ കടക്കുന്നത് എങ്കിൽ തസ്ജുദു ബൈനൽ അർശി. അല്ലാഹുവിന്റെ തിരുഹളറത്തിൽ നമ്മുടെ ആത്മാക്കൾ സുജൂദ് ചെയ്യുന്നുണ്ട് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഫഇല്ലം യകുൻ ത്വാഹിറാ. നമ്മുടെ ആത്മാക്കൾ ശുദ്ധിയില്ല, വളു ചെയ്യാത്തതായ അവസ്ഥയിലാണ് നീ കടന്നത് എങ്കിൽ ആ സുജൂദ് ഉണ്ടാവുക ബഈദാ, അർശിൽ നിന്ന് ദൂരെ മാറിയൊരു സ്ഥലത്തായിരിക്കും സുജൂദ് ചെയ്യുക എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ആത്മാവ് എവിടെയാ? ഈ എല്ലാവരുടെയും ആത്മാവിനെ കൊണ്ടുപോകും. മനുഷ്യരുടെ ആത്മാക്കളെയും എവിടെ കൊണ്ടുപോകും? അള്ളാഹുവിന്റെ തിരുഹളറത്തിൽ കൊണ്ടുപോകും. ആത്മാക്കൾക്ക് സ്ഥാനം എവിടെയാണ്? കാരണം ഈ ആത്മാവ് അവിടുന്ന് വന്നതാണ്. നമുക്കൊരു ജീവിതഘട്ടമുണ്ടായിരുന്നു, 5 ജീവിതഘട്ടം. മനുഷ്യന്റെ 5 ജീവിതഘട്ടങ്ങൾ എന്ന് പറഞ്ഞ ഒരു പ്രഭാഷണം വിനീതന്റെ തന്നെ യൂട്യൂബിലുണ്ട്, നിങ്ങൾ കേൾക്കണം. അതിൽ 1-ാമത്തെ ഘട്ടത്തിൽ ഞാൻ പറയുന്നുണ്ട്, ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകമെന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട്. നമുക്ക് കഴിഞ്ഞു പോയി ആ ഘട്ടം. നമ്മുടെയൊക്കെ ശരീരത്തിൻ്റെ ആത്മാവിനെ മാത്രമായി അള്ളാഹുവിൻ്റെ തിരുഹളറത്തിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് ആ ആത്മാക്കളുടെ ലോകത്ത് വെച്ചുകൊണ്ട് അള്ളാഹു നമ്മളോട് ചില കരാറ് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ശരീരമുണ്ട്, എനിക്കുണ്ട്, വീടിരിക്കുന്ന എല്ലാവർക്കും ഓരോ ശരീരമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ശരീരമുണ്ട്, ബോഡിയുണ്ട്. മറ്റേത് ആത്മാവ് മാത്രമേ ഉള്ളൂ, റൂഹ് മാത്രമേ ഉള്ളൂ. ആത്മാവില്ലെങ്കിൽ ഈ ശരീരത്തിന് ചലനമില്ല. നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ഈ ആത്മാവിനെ മാത്രം പിടിച്ചോണ്ട് പോവാ. ഭയങ്കര സംഭവമാണ് മനുഷ്യൻ, നമ്മൾ മനസ്സിലാക്കിയതുപോലെയല്ല. ഈ റൂഹ് പോയി 1 മിനിറ്റ്, 1.5 മിനിറ്റ്, 2 മിനിറ്റ് നമ്മുടെ ഹൽക്കിന് പിടിച്ച് നെക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ആ റൂഹൊക്കെ പോവും, കഴിഞ്ഞു. ഈ റൂഹ് ഇരിക്കുമ്പോഴാണ് മനുഷ്യൻ ഇങ്ങനെ എഴുന്നേൽക്കുക, ചലനമാണ് ഉണ്ടാകുന്നത്. മറ്റേത് ചേതനയേറ്റ ശരീരമാവും. അതുകൊണ്ട് തന്നെ ഈ ബോഡി നമ്മളെ പടയ്ക്കപ്പെടുന്നതിന് മുമ്പ് നമ്മുടെയൊക്കെ ആത്മാവിനെ മാത്രമായി അള്ളാഹുവിൻ്റെ തിരുഹളറത്തിൽ ഒരുമിച്ച് കൂട്ടി. നമ്മുടെയൊക്കെ ബോഡിയില്ല, ആത്മാവ് മാത്രം, റൂഹുകൾ മാത്രമേ ഉള്ളൂ. ഓരോരുത്തരുടെയും ഉണ്ട്, എല്ലാവരുടെയും ഉണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്നവരും കഴിഞ്ഞു പോയവരും വരാനിരിക്കുന്നതുമായ ജനങ്ങളുടെ മുഴുവൻ ആത്മാക്കളെയും അള്ളാഹു അവൻ്റെ തിരുഹളറത്തിൽ ഒരുമിച്ച് കൂട്ടി. ഖുർആൻ പറയുന്നുണ്ട്. എന്നിട്ട് ആ ആത്മാക്കളോടായി ചില കരാറിട്ടു എന്നാണ്. അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ, പരിപാലകനല്ലയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല കോടാനു കോടി വരുന്ന ആത്മാക്കളോടായി കരാറ് ചെയ്യുകയാണ്. അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ, പരിപാലകനല്ലയോ? ഖാലൂ ബലാ,
അന്ന് അവിടെ ഒരുമിച്ച് കൂടിയ സർവ്വ ആത്മാക്കളും അള്ളാഹുവിനോടായി പറഞ്ഞു അത്രേ, അല്ലാ ശരിയാണ് റബ്ബേ, നീയാണ് ഞങ്ങളുടെ ആത്മാ, നീയാണ് ഞങ്ങളുടെ റബ്ബ്, നീയാണ് ഞങ്ങളുടെ പരിപാലകൻ, നീയാണ് ഞങ്ങളുടെ സർവേശ്വരൻ, നീയാണ് ഞങ്ങളുടെ സർവാധിപതി. അല്ലാ നിന്നെ ഞങ്ങൾ അംഗീകരിക്കുന്നു, നിന്നെ ഞങ്ങളിതാ സംതൃപ്തിപ്പെടുന്നു റബ്ബേ എന്ന് എല്ലാ ആത്മാക്കളും റബ്ബിനോട് പറഞ്ഞ് സമ്മതിച്ചതായി വിശുദ്ധമായ ഖുർആൻ. അങ്ങനെ ഒരു ലോകം കഴിഞ്ഞു പോയിട്ടുണ്ട്, വിശ്വസിച്ചേ പറ്റൂ. അങ്ങനെ ഒരു ലോകമില്ല, ഇതൊക്കെ വെറുതെ പറയുന്നതാണെന്ന് പറഞ്ഞാൽ കാഫിറാവും. അള്ളാഹു കാക്കട്ടെ. അത് അദൃശ്യ ഒരു ലോകമാണ്, മറ്റൊരു ലോകമായിരുന്നു. മനുഷ്യന്റെ ഒന്നാം ഘട്ട ജീവിതം അവിടുന്ന് തുടങ്ങുന്നത്. പിന്നെ അതിനുശേഷം അവിടെ വെച്ച് ഒരുപാട് കരാറുണ്ട്. അവിടെ 1,24,000 പ്രവാചകന്മാരെ എല്ലാവരെയും വിളിക്കും എന്ന് പറഞ്ഞാൽ അവരുടെ ആത്മാക്കളെ വിളിക്കും, മുത്തുനബിയുടെ ആത്മാവ് ഒഴികെ. അപ്പോൾ 1,23,999 ആത്മാക്കളെയും വിളിക്കും. 1,24,000 നിന്ന് മുത്തുനബി ഒഴിച്ചുള്ള ആത്മാക്കളെ, ബാക്കിയുള്ള എല്ലാവരുടെയും ആത്മാക്കളെ വിളിച്ചു, പ്രവാചകന്മാരുടെ. എന്നിട്ട് അവരോട് കരാറ് ചെയ്തു. ഖുർആൻ പറയുന്നുണ്ട് അതൊക്കെ. ഞാൻ പറ അത് മാത്രം സത്യത്തിൽ ഇത് രണ്ടും കൂടി ഒരു വിഷയം പറയാൻ പറ്റൂല. ആത്മാക്കളുടെ ലോകം തന്നെ ഒരു വിഷയമാണ്, മേറാജ് മറ്റൊരു വിഷയമാണ്. രണ്ടും കൂടിയല്ല, രണ്ടും രണ്ടാണത്. രണ്ടും വിശദീകരിക്കപ്പെടേണ്ടതാണ്. എന്നാലും വെച്ചതുകൊണ്ട് കുറച്ചൊന്ന് പറഞ്ഞു, ഇവിടെ ശ്രദ്ധിച്ചോ. وَإِذْ أَخَذَ اللَّهُ مِيثَاقَ النَّبِيِّينَ لَمَا آتَيْتُكُم مِّن كِتَابٍ وَحِكْمَةٍ ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه قال أأقررتم وأخذتم على ذلكم إصري قالوا أقررنا قال فاشهدوا وأنا معكم من الشاهدين. പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു വ്യക്തമായി പഠിപ്പിക്കുകയാണ്, മനസ്സിലാക്കി തരുകയാണ്. ആത്മാക്കളുടെ ലോകമെന്ന് പറയുന്ന ഒരു ലോകത്തെ കുറിച്ച് ഖുർആൻ ലോകത്തെ വ്യക്തമായി ധാരണ നൽകുകയാണ്. മുത്തുനബി അലൈഹിസ്സലാം ഒഴികെയുള്ളതാകുന്ന 1,23,999 അംബിയാ മുർസലീങ്ങളുടെ ആത്മാക്കളെയും അള്ളാഹു അവന്റെ തിരുസവിധത്തിൽ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ആ ആത്മാക്കളോടായി ചില കരാറിടുകയാണ്. ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ, അല്ലയോ അംബിയാ മുർസലീങ്ങളെ, നിങ്ങൾ ഓരോ കാലഘട്ടത്തിൽ ഓരോ സമൂഹത്തിലേക്ക് ചെന്നുകൊണ്ട് പ്രബോധനവുമായി കടന്നു ചെല്ലുമ്പോ നിങ്ങൾക്ക് നൽകപ്പെടുന്നതായ ഗ്രന്ഥങ്ങളും ഏടുകളുമായി ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ثم جاءكم رسول مصدق لما معكم, നിങ്ങൾ പ്രബോധന മേഖലയിൽ നിലകൊള്ളുന്ന വേളയിൽ എന്റെ ഹബീബാകുന്ന മുത്തുനബി കടന്നു വന്നാൽ, മുഹമ്മദ് റസൂലുള്ള കടന്നു വന്നാൽ, നിങ്ങളുടെ പ്രബോധനം നിർത്തിക്കൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിന് പിന്നിൽ അണിനിരക്കണേ. ലതുഅ്മിനുന്ന ബിഹി വലതൻസുറന്ന, നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് വിശ്വസിക്കുകയും അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കുകയും ചെയ്യണേ. ഖാലൂ അഖറർനാ, അല്ലാഹുവിനോട് എല്ലാ അംബിയാ മുർസലീങ്ങളുടെ ആത്മാവും റബ്ബിനോട് പറയുകയാണ്, ഞങ്ങൾ സമ്മതിച്ചു അല്ലാ, ഞങ്ങളിതാ കരാർ പത്രത്തിൽ ഒപ്പിട്ട് നൽകുന്നു അല്ലാ. അല്ലാഹു ഉടനെ അവരോടായി പറയുകയാണ്, ആത്മാക്കളോടായി പറയുകയാണ്, ഖാല ഫശ്ഹദൂ വഅന മഅകും മിനശ്ശാഹിദീൻ, നിങ്ങൾ പരസ്പരം ഈ വിഷയത്തിൽ സാക്ഷികളാകണേ, ഞാനും ഈ വിഷയത്തിൽ സാക്ഷികളാണ് എന്ന് അല്ലാഹു പറഞ്ഞതായി വിശുദ്ധമായ ഖുർആൻ. എന്താ സംഭവിച്ചത്? 1,23,999 അംബിയാ മുർസലീങ്ങളുടെ ആത്മാക്കളെയും അള്ളാഹു ഈ ഒന്നാം ഘട്ട ജീവിതമാകുന്ന ആലമുൽ അർവാഹിൽ എല്ലാവരുടെയും ആത്മാവിനെ കൊണ്ടുവന്നു, മുത്തുനബി ഒഴിച്ച്. എന്നിട്ട് അവരോട് പറഞ്ഞു,
നിങ്ങൾ ഓരോരുത്തരും പ്രബോധനം നടത്തിക്കൊണ്ട് നിങ്ങളുടേതാകുന്ന കിതാബും നിങ്ങളുടെ ഏടും വെച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ദഅവത്തുമായി നിലകൊള്ളുന്ന വേളയിലെങ്ങാണം എൻ്റെ ഹബീബാകുന്ന മുഹമ്മദ് നബി അവിടേക്ക് പ്രബോധനവുമായി വന്നാൽ നിങ്ങളുടെ പണി മതിയാക്കിക്കോണം. നിങ്ങൾ എന്നിട്ട് ഇദ്ദേഹത്തെ കൊണ്ട് വിശ്വസിച്ച് ഇദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരുന്നോണം. അങ്ങനെ സമ്മതിച്ചോ? അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളെല്ലാവരും സമ്മതിച്ചു. അപ്പോൾ അള്ളാഹു ചോദിച്ചു അഖറർത്തും, സമ്മതിച്ചോ? കരാർ ഓക്കെയാണോ? കാലു അഖറർന, ഞങ്ങളെല്ലാവരും സമ്മതിച്ചു. അപ്പോൾ അള്ളാഹു പറഞ്ഞു എന്നാൽ നിങ്ങൾ തന്നെ പരസ്പരം ഈ വിഷയത്തിൽ സാക്ഷി കഴിക്കോ, ഞാനും ഈ വിഷയത്തിൽ നിങ്ങളോടൊപ്പം സാക്ഷിയാണ്, നിങ്ങളങ്ങനെ നിലകൊള്ളാം എന്ന് പറഞ്ഞു. അതനുസരിച്ചിട്ടാണ് അവരെല്ലാം അമ്പിയാക്കളും മുർസലീങ്ങളായിട്ട് അള്ളാഹു തആല അയച്ചത്. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെതാകുന്ന ഘട്ടം കഴിഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരികയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരുടെ ആരെയും പ്രബോധന മേഖലയിൽ ഇടയിലൊന്നും നബി വന്നില്ല, അവസാനമായിട്ടാണ് വന്നത്. അത് പടച്ച റബ്ബ് നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് അങ്ങനെ തന്നെ. പക്ഷെ എന്നിരുന്നാലും ഇവരോട് കരാറിടപ്പെട്ടു, നിങ്ങളെക്കാളൊക്കെ ശ്രേഷ്ഠവൽക്കരിക്കപ്പെട്ട ആളാണ് ഇദ്ദേഹം എന്ന് അറിയിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ. അതാണ് ഉദ്ദേശം, വേറൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് പിൽക്കാലഘട്ടത്തിൽ പിന്നീടുള്ളതാകുന്ന ജീവിതഘട്ടങ്ങളിലൊക്കെ തന്നെ ഈ പ്രവാചകന്മാരെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ കാലഘട്ടത്തിൽ. കാരണം അവരുടെ എല്ലാം നൽകപ്പെട്ട ഏടുകളിലും ഗ്രന്ഥങ്ങളിലും ഒക്കെ ഈ പ്രവാചകനെ പറ്റി പുകഴ്ത്തി, വാനോളം പുകഴ്ത്തി അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അത് അവരവരുടെ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അവസാനമായി ഒരു പ്രവാചകൻ വരുന്നുണ്ട്. ആരാണത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു സാധാരണ വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ അസാധാരണ വ്യക്തിത്വമായതുകൊണ്ട് ഇതിനെ ജനങ്ങൾക്ക് ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത നിലയിലേക്ക് അള്ളാഹു കൊണ്ടുപോവാണ്. സുബ്ഹാനല്ലദീ, അള്ളാഹ് പറയാൻ, രാത്രിയിൽ നിന്ന് വളരെ കുറഞ്ഞ സമയം രാപ്രയാണം നടത്തിയതാകുന്ന അടിമയെ രാപ്രയാണം നടത്തിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും. അസ്റ എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അറബി ഗ്രാമർ അനുസരിച്ചുള്ള അർത്ഥം രാപ്രയാണം നടത്തുക എന്നാണ്. രാത്രിയിൽ സഞ്ചരിക്കുന്നതിനാണ് ഇസ്റാ, അസ്റ എന്ന പദം പ്രയോഗിക്കുക. പിന്നെന്തിനാ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലൻ എന്നുള്ളതാകുന്ന പദം തൊട്ട് തുടർത്തിക്കൊണ്ടുവന്നു? അസ്റാ ബി അബ്ദിഹി ലൈലൻ. ലൈലൻ എന്ന് പറഞ്ഞാൽ നക്കറയായ പദമാണ്. അല്ലയിൽ എന്നല്ല, അലിഫ്ലാം കൊണ്ടോ മറ്റൊന്നും കൊണ്ടോ മഅരിഫയാക്കിയിട്ടല്ല അള്ളാഹു പറഞ്ഞത്. നക്കറയായി പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി രാത്രിയിൽ നിന്ന് വളരെ കുറഞ്ഞ സമയം, ഖലീൽ, വളരെ കുറഞ്ഞ സമയമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയെ കൊണ്ടുപോയത് എന്ന് ആ ആയത്തിൻ്റെതാകുന്ന ഉള്ളടക്കത്തിൽ നിന്ന് മനസ്സിലായി. അതൊക്കെ പണ്ഡിതന്മാർ, ഉലമാക്കൾ അവരുണ്ട് ഈ സദസ്സിൽ, അവർക്കേ അത് പറഞ്ഞാൽ കൂടുതൽ തിരിയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് സ്വല്പം ഹല്ല് ചെയ്ത് തരുന്നു എന്ന് മാത്രം. മാത്രമല്ല ഇവിടെ തന്നെ അബ്ദ് എന്ന പദം പ്രയോഗിച്ചു. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി, അവന്റെ അടിമയെ രാപ്രയാണം നടത്തിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും. ആരാണ് ഈ അടിമ? മുഹമ്മദ് റസൂലുള്ളാഹി. ആബിദാകാൻ എളുപ്പമാണ്. ആബിദ് എന്ന് പറഞ്ഞാൽ ദാസനാണ്. മറ്റേത് പരിപൂർണമായ ഉബൂദിയത്താണ്. റബ്ബിനെ പരിപൂർണമായി വിധേയത്വം വെച്ചതായ വ്യക്തിക്ക് അബ്ദ് എന്ന് പറയുള്ളൂ. അബ്ദ് ആകൽ പ്രയാസമാണ്, ആബിദ് ആകൽ ബുദ്ധിമുട്ടില്ല. ദാസൻ എന്ന് പറഞ്ഞാൽ ഒരു രണ്ടരക്കാത്ത് ധിക്കരിക്കുന്നവന് ദാസൻ എന്ന് പറയാം. അബ്ദ് എന്ന് പറയും അടിമ എന്നാണ്. അത് ഉബൂദിയത്താണ്. റബ്ബിനെ പരിപൂർണമായി, ഉബൂദിയത്ത്, റബ്ബാണ് അള്ളാഹു ആണ് എന്ന് പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് നിലകൊണ്ട് സദാസമയം സമർപ്പണ മനോഭാവത്തോടുകൂടി നിലകൊള്ളുന്ന വ്യക്തിക്ക് അബ്ദ് എന്ന പദം പ്രയോഗമുള്ളൂ. അത് മുത്തുനബിയെ കുറിച്ച് ധാരാളം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് വലം യജ്അൽ ലഹു ഇവജാ. തന്റെ ദാസന്റെ കൈവശം, തന്റെ അടിമയുടെ കൈവശം വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിച്ച അല്ലാഹുവിനാണ് സർവസ്തുതിയും. സൂറത്തുൽ കഹ്ഫിന്റെ തുടക്ക ആയത്ത്. അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ. പരിശുദ്ധമായ കഅബയുടെ പരിസരത്ത് സുജൂദിലായി കഴിഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്നതായ അടിമയുടെ കഴുത്തിലേക്ക് ഒട്ടകത്തിന്റെ ചീഞ്ഞളിന് കുടമാല ഇട്ടുകൊണ്ട് അബൂജഹൽ എന്ന മനുഷ്യൻ നമസ്കാരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുവോ, എത്ര മോശമായ പ്രവർത്തനമാണ്. നബിയെ കുറിച്ച് പറയപ്പെടുന്നത് എല്ലാ സ്ഥലങ്ങളിലും അബ്ദ് എന്ന പദമാണ്. അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ. അപ്പൊ അബ്ദ് ആകുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്.
ഞാൻ അതൊക്കെ പറഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാവും. ഞാൻ ഇപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല. അങ്ങനെ ഇപ്പോൾ ഹല്ല് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ കുറേ ടൈം എടുക്കും. കാര്യത്തിലേക്ക് കിടക്കാം. പോരാം ഇൻഷാ അല്ലാ. നിങ്ങൾക്ക് മടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. മടുക്കുന്നുണ്ടോ നിങ്ങൾക്ക്? മടുപ്പ് തോന്നുന്നുണ്ടോ? രണ്ടുപേരും കൈ ഉയർത്തിക്കുക. എല്ലാവരും തണുപ്പടിക്കുന്നുണ്ടെന്ന്. 2 കൈ ഉയർത്തിക്കുക നോക്കട്ടെ എല്ലാവരും. മാഷാ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ, ആഫിയത്ത് തരട്ടെ. ബക്കറ്റ് ഉണ്ടോ? സാധാരണ ഉണ്ടെങ്കിൽ കൊണ്ടുവന്നോളി. കാരണം ഇവർക്ക് എല്ലാവർക്കും ഒരു സ്വതക്കം എടുക്കാൻ ഭയങ്കര കൊതിയുണ്ട്. മുഖം കണ്ടാ അറിയാം. വെള്ളം അപ്പൊ രാത്രിയിൽ നിന്ന് വളരെ കുറഞ്ഞ സമയം തന്റെ അടിമയെ രാപ്രയാണം നടത്തിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും. അവൻ പരിശുദ്ധനാണ്, അവൻ പരിശുദ്ധനാണ്. എവിടെ നിന്ന് രാപ്രയാണം നടത്തി? എവിടേക്ക് രാപ്രയാണം നടത്തി? ഇസ്രാ എന്ന് പറഞ്ഞ സംഭവം നടക്കുന്നത് പരിശുദ്ധമാക്കപ്പെട്ടതായ ഹറം ഷരീഫിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്കുള്ള യാത്രക്കാണ് ഇസ്രാ എന്ന് പറയുക. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമാക്കപ്പെട്ടതായ ബൈത്തുൽ മുഖദ്ദസിന്റെ തൊട്ടടുത്തുള്ളതാകുന്ന ഖുബസ് സഹ്റായിൽ നിന്ന് കറുത്ത പാറയുടെ പുറത്ത് നിന്ന് നടത്തിയ ഒരു യാത്ര എങ്ങോട്ട്? അള്ളാഹുവിന്റെ തിരുഹലറത്തിലേക്ക്. അതാണ് മിഅ്റാജ്. മനസ്സിലാക്കണം, ഇത് രണ്ടും രണ്ടാണ്. ഇസ്രാ എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തുന്ന യാത്ര. അന്ന് അക്കാലഘട്ടത്തിൽ മസ്ജിദുൽ ഹറമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകണമെങ്കിൽ അന്ന് 2 മാസം എടുക്കും അങ്ങോട്ട് പോകാൻ തന്നെ വഴിയാത്ര. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പോയെന്ന് മാത്രമല്ല പറയുന്നത്, ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് പിന്നീട് ഞാൻ അള്ളാഹുവിനെ കണ്ടിട്ട് തിരിച്ചു വരിക എന്ന് പറയാൻ. ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകണമെങ്കിൽ തന്നെ 2 മാസം വഴിദൂരമാണ് അന്ന് അക്കാലഘട്ടത്തിൽ. അന്ന് അറേബ്യയിൽ നല്ല അന്നത്തെ കാലഘട്ടത്തിൽ. ആ സമയത്ത് പരിശുദ്ധ പ്രവാചകൻ പറയുന്നു, മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഞാൻ മസ്ജിദുൽ അഖ്സയിലേക്ക് പോയ മാത്രമല്ല അവിടെ നിന്ന് അള്ളാഹുവിന്റെ തിരുഹലറത്തിലേക്ക് പോയിട്ട് വരികയാണ്. ഈ രാത്രിയിൽ വളരെ കുറഞ്ഞ സമയം പോയി നേരം വെളുക്കുന്നതിന് മുമ്പ് സുബഹിക്ക് മുമ്പ് തിരിച്ചു വന്നു. അതുകൊണ്ടാണ് വിശ്വസിക്കാൻ കുറെ പേർക്ക് മനോപ്രയാസമുണ്ടായത്. സ്വാഭാവികമായിട്ടും അന്നത്തെ അവസ്ഥ അതാണ്. പക്ഷെ മുത്തുനബി പറയുമ്പോൾ വിശ്വസിക്കണമായിരുന്നു, നബിയെ കൊണ്ട് വിശ്വസിച്ചവർ പ്രത്യേകിച്ചു. കാരണം ഇത് അൽ അമീനാണ്, സത്യസന്ധനാണ് എന്ന് എല്ലാവരും വ്യക്തമാക്കിയ കാര്യമാണ്. അവിശ്വാസികൾ പോലും വ്യക്തമാക്കിയതാണ്. മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. പഠിച്ചു വെക്കേണ്ട പാഠമാണ് ചെറുപ്പക്കാരാ, സഹോദരാ, സഹോദരി. വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു വ്യക്തമായി പഠിപ്പിക്കുകയാണ്. പരിശുദ്ധമാക്കപ്പെട്ടതായ ഹറം ഷരീഫിൽ നിന്ന് പവിത്രമാക്കപ്പെട്ട ബൈത്തുൽ മുഖദ്ദസിലേക്ക് രാത്രിയിൽ നിന്ന് വളരെ കുറഞ്ഞ സമയം തന്റെ അടിമയെ രാപ്രയാണം നടത്തിയ അള്ളാഹു പരിശുദ്ധനാണ്, പരിശുദ്ധനാണ്. പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയത് എന്തിനാണ്? അല്ലദീ ബാറക്നാ ഹൗലഹു. നേരെ തന്നെ ഹറമിൽ നിന്ന് അള്ളാഹുവിന്റെ തിരുസവിധത്തിലേക്ക് കൊണ്ടുപോയി കാടായിരുന്നു. പക്ഷെ അള്ളാഹു കൊണ്ടുപോയത് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്കാണ്. അതിന്റെ കാരണം ഖുർആൻ പറയുന്നു, ബാറക്നാ ഹൗലഹു. അതിന്റെ പരിസരം അത് മഹത്തുക്കളുടെ ഖബർസ്ഥാനമാണ്, ഖബർസ്ഥാനമാണ്. മഖറുൽ അംബിയാഇ വസ്സാലിഹീൻ. ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീർ രേഖപ്പെടുത്തുകയാണ്, അംബിയാക്കളുടേതാകുന്ന പലരുടെയും മഖാമ ഖബർസ്ഥാനം പരിശുദ്ധമാക്കപ്പെട്ടതായ ബൈത്തുൽ മഖ്ദിസിന്റെ പരിസരമാണ്, പരിസരമാണ്. അതുകൊണ്ടാണ് ഖുർആൻ എടുത്ത് പറയുന്നത്, ബാറക്നാ ഹൗലഹു, ബാറക്നാ ഹൗലഹു. പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയുടെ പരിസരത്ത് നാം ബറക്കത്താക്കിയ സ്ഥലമാ. അവിടെ മഹത്തുക്കളുടേതാകുന്ന മഖാമാണ്. അല്ലാഹുവിന്റെ അമ്പിയാക്കൾ ഇബാദത്ത് എടുത്ത സ്ഥലമാ. വമഹ്ബത്തുൽ മലായിക, മലക്കുകളുടേതാകുന്ന വാസസ്ഥലമാണ്. സദാസമയം മലക്കുകൾ
മലക്കുകൾ വിഹരിക്കുന്ന സ്ഥലമാണ്. മഹത്തുക്കളുടേതാകുന്ന സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ സ്ഥലമാണ് ബൈത്തുൽ മുഖദ്ദസ്, അതിൻ്റെ പരിസരം. അതുകൊണ്ട് ബറക്കത്തെടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി. ഇവിടെ ശ്രദ്ധിക്കണം. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കോണം, പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, നമ്മൾ നല്ല ഒരു യാത്ര തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ മഹാന്മാരുടെ മഖാമിൽ വന്ന് സിയാറത്ത് ചെയ്തിട്ട് യാത്ര തുടങ്ങണം. നമ്മളിവിടെ വന്ന് സിയാറത്ത് ചെയ്ത് സലാം പറഞ്ഞ് ഇന്നടുത്തോട്ട് പോവുക, ഹജ്ജിന് പോകുന്നുണ്ട്, ഉംറയ്ക്ക് പോകുന്നുണ്ട്, ഇല്ല ഇന്ന കാര്യത്തിന് പോകുന്നുണ്ട്, ഭാര്യയ്ക്ക് പ്രസവത്തിന് വിളിച്ചുകൊണ്ട് വരാൻ പോകുന്നുണ്ട്, ഇന്ന കാര്യത്തിന്. എന്ത് ഹൈറാ മോമിൻ ചെയ്യുന്നത്, എന്തും ഹൈറാണല്ലോ. എന്ത് ഹൈറായ കാര്യത്തിനും പോകുമ്പോൾ, യാത്ര തുടങ്ങുമ്പോൾ നമ്മൾ എവിടെ പോകണം? ആദ്യം ഒരു സിയാറത്തിന് പോകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അവിടെ ഒരു യാത്ര പോകണം, നല്ലൊരു അടുത്ത മഖാമിലേക്ക്, നമ്മുടെ നാട്ടിൻപുറത്തിലുള്ള മഖാമിലേക്ക്. അവിടെ പോയി ഒരു യാസീൻ ഓതി ദുആ ചെയ്തതിന് ശേഷം വേണം നമ്മൾ പോകാൻ. എന്താ? അതാ യാത്രയിൽ ബറക്കത്തുണ്ടാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ബറക്കത്തടിപ്പിക്കുകയാണ് ഇവിടെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ യാത്രയുടെ തുടക്കത്തെ കുറിച്ച് പറയുകയാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടതാകുന്ന ഉമ്മുഹാനി എന്ന എളാമയുടെ വീട്ടിൽ കടന്നുകൊണ്ട് വിശ്രമിക്കുമ്പോ എന്റെ വീടിൻ്റെതാകുന്ന മച്ച് തുറന്നുകൊണ്ട് ബഹുമാനപ്പെട്ടതായ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുകയാണ്. ജിബ്രീൽ എന്നോട് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഖും വതുഫ് ബിൽ ബൈതി സബഅ. നബിയേ എഴുന്നേൽക്കണേ റസൂലേ, നമുക്കൊരു യാത്ര പോകാം, പരിശുദ്ധമായ കഅബയൊന്ന് തവാഫ് ചെയ്യണേ റസൂലേ. അള്ളാന്റെ റസൂല് എഴുന്നേൽക്കുകയാണ്. അള്ളാന്റെ റസൂല് പറയുകയാണ്, എന്നെ ബഹുമാനപ്പെട്ടതായ ജിബ്രീൽ കടത്തുകയാ. ഫഫറജ സദരി, എന്റെ നെഞ്ച് പിളർക്കുകയാണ്, എന്റെ നെഞ്ച് ബഹുമാനപ്പെട്ടവർ തുറക്കുകയാണ്. എന്നിട്ടോ ഫഗസലഹു ബിമാഇ സംസം, എന്റെ നെഞ്ചകം സംസം വെള്ളം കൊണ്ട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം കഴുകുകയാണ്. തീർന്നില്ല. ثم جاء بطست من ذهب ممتلئ حكمة وإيمانا. വിജ്ഞാനവും തത്വജ്ഞാനങ്ങളും ഈമാനും നിറച്ചതായ ഒരു സ്വർണത്തിൻ്റെതാകുന്ന പെട്ടി കൊണ്ടുവരപ്പെടുകയാണ്. അത് എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തിനുള്ളിലേക്ക് നിറയ്ക്കുകയാണ്. സംസം കൊണ്ട് എൻ്റെ ഹൃദയം കഴുകി, എൻ്റെ നെഞ്ചകം കഴുകി ശുദ്ധീകരിച്ചതിന് ശേഷം സ്വർണത്തിൻ്റെതാകുന്ന ഒരു പെട്ടിക്കുള്ളിൽ നിന്ന് ഹിക്മത്തും തത്വജ്ഞാനങ്ങളും ഈമാനും എൻ്റെ ഹൃദയത്തിനുള്ളിലേക്ക് നിറയ്ക്കുകയാണ്. യാത്രയ്ക്ക് വേണ്ടി ശരീരത്തെ പാകപ്പെടുത്തുകയാ. കാരണം ഈ യാത്ര അള്ളാഹുവിനെ കാണാനുള്ള യാത്രയാണ്. ഇതൊരു സാധാരണ യാത്രയല്ല, ഇതൊരു അസാധാരണമാകുന്ന യാത്രയാണ്. അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ വതുഫ് ബിൽ ബൈതി സബഅ, പരിശുദ്ധമാക്കപ്പെട്ടതായ ഹറം ഷരീഫിലേക്ക് ഉമ്മഹാനി എന്ന എളാമയുടെ വീട്ടിൽ നിന്ന് എന്നെ കൊണ്ടുപോകുകയാ. പരിശുദ്ധമായ കഅബ ഞാൻ തവാഫ് ചെയ്യുകയാണ്. തവാഫ് കഴിഞ്ഞപ്പോ ഇതാ പരിശുദ്ധമാക്കപ്പെട്ടതായ വാഹനം റെഡിയാ. ഉതീതു ബിൽ ബുറാഖ്, ബുറാഖ് എന്ന വാഹനത്തെ കൊണ്ടുവരപ്പെടുകയാണ്. ആ വാഹനത്തിനുള്ളിലേക്ക് കയറാൻ വേണ്ടി എന്നോട് പറയുകയാണ്, ഇറക്കബു യാ മുഹമ്മദു, നബിയേ കയറണേ റസൂലേ, ഇതവിടുത്തേക്കുള്ള വാഹനമാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഞാനിതാ കയറുകയാണ്. വഹിയ ദാബത്തുൻ അബിയലോ, സഹാബ അതൊരു വെളുത്ത നിറമാണ്, വെളുത്ത നിറമുള്ള നിറമുള്ളതായ മൃഗമാണ്. തവീലത്തുൻ ഫൗഖൽ ഹിമാരി വദൂനൽ ബഗ്ലി, കഴുതയേക്കാൾ നീളമുള്ളതാണ്, എന്നാൽ കോവർ കഴുതയേക്കാൾ ചെറുതാ. ആ നിലക്കുള്ളതായ ഒരു സുന്ദരമായ കമനീയമായ വാഹനമാണ്. അതൊരു മൃഗം തന്നെയാണ്. സ്വഹാബ ദാബത്തുൻ അബിയലു, വെളുത്തതായ ഒരു മൃഗമാണ്. അതിന്റെ പുറത്തേക്ക് ഞാനങ്ങ് കയറിയിരുന്നു
പോയി സാബാ, വല്ലാത്ത സ്പീഡാണ് അതിനുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യലഉ ഹാഫിറഹു ഇന്ദ മുൻതഹാ തർഫിഹി. ആ ബുറാഖ് എന്ന വാഹനം അതിന്റെ കണ്ണെത്തുന്ന ദൂരത്തേക്ക് ഒരൊറ്റ ചാട്ടമാണ്. സെക്കൻഡുകൾക്കുള്ളിൽ, മിനിറ്റുകൾക്കുള്ളിൽ ഇതാ പരിശുദ്ധമാക്കപ്പെട്ട ബൈത്തുൽ മഖ്ദസിലേക്ക് എത്തുകയാണ്. 2 മാസത്തെ വഴിദൂരം സെക്കൻഡുകൾക്കുള്ളിൽ എത്തപ്പെടുകയാ. സുബ്ഹാനല്ലാഹ്. അവിടെ ചെല്ലുമ്പോൾ എന്നോടിതാ പറയുകയാണ്, നബിയെ ഇറങ്ങൂ റസൂലേ. എന്നിട്ട് പരിശുദ്ധമാക്കപ്പെട്ടതായ വാഹനത്തെ അവിടെയുള്ളതാകുന്നതായ ഒരു വട്ടക്കണ്ണിയിലേക്ക് ബന്ധിക്കുകയാണ്. ഇന്നും പലസ്തീനിന്റെ മണ്ണിലുള്ള ബൈത്തുൽ മഖ്ദസിൽ ചെന്നു കഴിഞ്ഞാൽ ആ വാഹനത്തെ, ബുറാഖ് എന്ന വാഹനത്തെ ബന്ധിച്ചതായ വട്ടക്കണ്ണി ഇപ്പോഴും നിലകൊണ്ടിട്ടുണ്ട്. ചെറുപ്പക്കാരാ, ചരിത്രം പഠിക്കണേ, ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കണേ. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പരിശുദ്ധമാക്കപ്പെട്ടതായ മസ്ജിദുൽ അഖ്സയിലേക്ക് റസൂലുള്ളാഹ് കടക്കുകയാണ്. അവിടെ അതാ അംബിയാ മുർസലീങ്ങൾ വന്നിട്ടുണ്ട്. മാഷാ അല്ലാഹ്. നബിക്ക് മുമ്പ് ദീനീ ദഅവത്തുമായി വന്നിട്ടുള്ള എല്ലാ അംബിയാ മുർസലീങ്ങളും വന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ആ മസ്ജിദുൽ അഖ്സയിൽ ബാങ്ക് കൊടുക്കുകയാണ്. പാതിരാത്രി സമയം. ഇത് ലോകർക്ക് വേണ്ടിയുള്ള ബാങ്കല്ല. ഇത് അംബിയാക്കൾക്ക് മാത്രമുള്ള നമസ്കാരമാണ്. അവരുടെ ലീഡറായ, കാരുണ്യത്തിന്റെ തിരുദൂതരായ, മൽഹറുള്ള തമ്മായ, ഷഫീഉൽ മുദ്നിബീനായ അല്ലാഹുവിന്റെ റസൂലിനോട് ബാങ്കും ഇഖാമത്തും കൊടുത്തതിന് ശേഷം നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കാൻ പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ 1,23,999 അംബിയാ മുർസലീങ്ങൾക്കും ലോകത്തിന്റെ നായകൻ, ഷഫീആയ പ്രവാചകൻ ഇമാമത്ത് നിർവഹിക്കുകയാണ്. ഈ പ്രവാചകർ വന്നാൽ മാറി നിൽക്കണേ, വിനയം കാണിക്കണേ, അദ്ദേഹത്തെ വിശ്വസിച്ചുകൊണ്ട് പിന്നിൽ അണിനിരക്കണേ എന്ന് ഇതാ വർഷങ്ങൾക്ക് മുമ്പ് ആലമുൽ അർവാഹിൽ കരാർ ചെയ്യപ്പെട്ടത് പ്രവാചകന്മാർ ഓർക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ വിശ്വസിച്ചു, അവർ വിനയം കാണിച്ചു, അവർ മർഹബ ചൊല്ലിക്കൊണ്ട് മാറി നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇമാമത്ത് നിർവഹിക്കുകയാ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ശേഷം ഓരോ അമ്പിയാക്കളും അല്ലാഹുവിന്റെ റസൂലിനെ സ്വാഗതം ചെയ്യുകയാണ്. ഓരോരുത്തരായി പ്രഭാഷണം നടത്തുകയാ. ഓരോ അമ്പിയാക്കളും അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. 1,23,999 അമ്പിയാ മുർസലീങ്ങളും അവരുടെ പ്രസംഗം തീർന്നു കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ലോകത്തിന്റെ നായകൻ പ്രഭാഷണം നടത്തുകയാണ്. അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. വന്നിരിക്കുന്നതായ പ്രവാചകന്മാരോട് നന്ദി പറയുകയാ. യാത്രയ്ക്ക് വേണ്ടി റെഡിയാവുകയാണ്. യാത്രയ്ക്ക് വേണ്ടി തയ്യാറാവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസംഗം കഴിഞ്ഞപ്പോ നബി തങ്ങൾ പറയുകയാണ്, 2 പാത്രം എന്റെ മുന്നിലേക്ക് ജിബ്രീൽ കൊണ്ടുവരുകയാണ്. വഫീ അഹദിഹിമാ ലബനൻ വഫിൽ ആഖരി ഖംറുൻ. ഒരു പാത്രത്തിൽ നല്ല തെളിഞ്ഞതാകുന്ന പാലുണ്ട്, മറ്റൊരു പാത്രത്തിൽ കള്ളുണ്ട്. ഫഖതറതുൽ ലബന വശരിബതു. ഞാൻ കൊണ്ടുവന്നതാകുന്ന കള്ള് മാറ്റി വെച്ചിട്ട് നല്ല തെളിഞ്ഞതാകുന്ന പാല് ഞാൻ തിരഞ്ഞെടുത്തു, അത് കുടിച്ചുപോയി. ബഹുമാനപ്പെട്ട ജിബ്രീൽ എന്നോട് പറയുകയാണ്, ഇഖ്തർതൽ ഫിത്രത യാ മുഹമ്മദു, ഇഖ്തർതൽ ഫിത്രത യാ മുഹമ്മദു. തങ്ങൾ തിരഞ്ഞെടുത്തത് വളരെ നല്ല മെച്ചമുള്ളതായ ഫിത്രത. തങ്ങൾ കള്ളങ്ങാണം തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ തങ്ങളെ ഉമ്മത്ത് മുഴുവനും നശിക്കാൻ കാരണമായി തീർന്നേനെ എന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. യാത്രയ്ക്ക് വേണ്ടി പാകപ്പെടുത്തിയ പരിശുദ്ധ പ്രവാചകനെ ഇതാ ബുറാഖ് വീണ്ടും സജ്ജീകരിക്കുകയാണ്. ആ ബുറാഖ് എന്ന വാഹനത്തിന്റെ പുറത്ത്
കയറിയിട്ട് തൊട്ടടുത്തുള്ളതാകുന്ന ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്തുള്ളതായ ഖുബ്ബത്തു സഖറയിൽ നിന്ന് ആ പാറയിൽ നിന്ന് റസൂലുള്ളാഹിയെ കൊണ്ടുപോയാണ്. വല്ലാത്ത യാത്രയാണ് സഹാബ. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പിന്നീട് വന്നുകൊണ്ട് വിവരിച്ചതായ കാര്യമാണ്. ഞങ്ങളെ ഇതാ പോവുകയാണ്, എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് പോയാണ്. ഒരൊറ്റ അംബിയാ മുർസലീങ്ങൾക്ക് കിട്ടാത്ത, ഒരു ഔലിയാക്കൾക്കും കിട്ടാത്ത, ഒരു മഹത്തുക്കൾക്കും കിട്ടാത്ത ബഹുമാനപ്പെട്ട മൂസാ നബി പോലും കൊതിച്ചു കൊതിച്ചു കൊതിച്ച് അള്ളാഹുവിനോട് പടച്ച റബ്ബേ നിന്നെയൊന്ന് കാണിക്കൂ എന്ന് പറഞ്ഞപ്പോൾ പോലും അല്ലാഹ് പറഞ്ഞു, കാണാൻ പറ്റൂല മൂസ, കാണാൻ പറ്റൂല മൂസ. അതിനുവേണ്ടി ഞാൻ പാകപ്പെടുത്താമെന്ന് പറഞ്ഞു. 30 ദിവസം നോമ്പനുഷ്ഠിച്ചു. അല്ല, ഖുർആൻ പറയുന്ന 40 ദിവസം നോമ്പനുഷ്ഠിച്ചു. 40 ദിവസം നോമ്പനുഷ്ഠിച്ചിട്ട് ചെരുപ്പെല്ലാം ഊരി വെച്ചുകൊണ്ട് തൂരിസീനാ പർവ്വതത്തിന്റെ മുകളിലേക്കൊന്ന് കയറി അള്ളാഹുവിൻ്റെതാകുന്ന കോടാനു 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 കോടി പ്രകാശത്തിൽ നിന്ന് ഒരു ചെറിയ ശോണിമ വന്ന് അലയൊടിച്ചപ്പോ ഫസഇഖ മൂസാ നബി അലൈഹിസ്സലാം പോലും ബോധരഹിതനായി വീഴുകയാണ്. ആ മൂസാ നബിയെ റസൂലുള്ളാഹി നോക്കുകയാണ്. ഇതാ ഖബറിൽ നമസ്കരിക്കുന്നത് കാണുകയാണ്. പരിശുദ്ധമാക്കപ്പെട്ടതായ ബൈത്തുൽ മഖ്ദസിന്റെ പരിസരത്ത് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ നമസ്കരിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി സഹാബ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. കാരണം എങ്ങനെയെങ്കിലും എനിക്ക് നാളെ ആഖിറത്തിൽ അല്ലാഹുവിനെ കാണണമെന്നുള്ള ലക്ഷ്യബോധത്തോടുകൂടി മൂസാ നബി അലൈഹിസ്സലാം നമസ്കരിക്കുകയാണ്. അല്ലാഹുവിന്റെ തിരുഹളറത്തിലേക്ക് ഹബീബായ നബി തങ്ങളെയും വഹിച്ചുകൊണ്ട് ബുറാഖി എന്ന വാഹനം ജിബ്രീൽ എന്ന മാലാഖ അകമ്പടിയോടുകൂടി ഇത് ആകാശ സീമകളിലേക്ക് പോവുകയാണ്. ദുനിയാവിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്കുള്ള ദൂരം 10 ട്രില്യൺ കിലോമീറ്റർ ആണ് എങ്കിൽ അത്രയും ദൂരത്തേക്ക് ഇതാ സെക്കൻഡുകൾക്കുള്ളിൽ കുതിക്കുകയാണ്. ഒന്നാം ആകാശത്തിന്റെ താഴ്ഭാഗത്ത് എത്തിയപ്പോൾ ആകാശം അടക്കപ്പെട്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ ഫസ്തഫ്തഹ ജിബ്രീൽ അലൈഹിസ്സലാം ആകാശം തുറക്കാൻ പറയുകയാണ്. ഒന്നാം ആകാശത്തെ കാക്കുന്ന മലക്ക് ചോദിക്കുകയാണ്, മൻ അൻത, ആരാണ് നീ? ജിബ്രീൽ പറയുകയാണ്, അന ജിബ്രീൽ, ഞാൻ ജിബ്രീലാണ്. വമൻ മഅക, നിന്നോടൊപ്പമുള്ളത് ആരാണ്? ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇത് മുഹമ്മദ് നബിയാണ്. അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, വഖദ് ബുഇസ ഇലൈഹി, അദ്ദേഹത്തിലേക്കാണോ നിന്നെ നിയോഗിക്കപ്പെട്ടത്? അദ്ദേഹം പറഞ്ഞു, നഅം വഖദ് ബുഇസ ഇലൈഹി, അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ പോയത്. ഉടനെ അതാ വാതിലുകൾ തുറക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഞാൻ ആകാശ ലോകത്തേക്ക് കടക്കുമ്പോ ഫഇദൻ റജുലുൻ ഖായിദുൻ ബൈന യമീനിഹി ബൈന യസാരിഹി വയമീനിഹി അസ്വിദാ, ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വലത്തും ഇടത്തും ഇതാ ഓരോ തലയിണയുമുണ്ട്. വലത്തതാകുന്ന തലയുടെ ഭാഗത്തേക്ക് നോക്കിയിട്ട് അദ്ദേഹം ഇതാ പുഞ്ചിരിക്കുകയാണ്. ഫഇദാ നളറ ഇലാ ശിമാലിഹി, ഇടത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ യബ്കി, പൊട്ടിക്കരയുകയാണ്. ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് സ്വാഗതം പറയുകയാണ്. മർഹബാ ബിൻ നബി സാലിഹി വൽ ഇബ്നി സാലിഹ്, സ്വാഗതം സാലിഹായ പ്രവാചകരെ, സ്വാഗതം വല്ലിബ്നി സാലിഹ്, എന്റെ സാലിഹായ പൊന്നുമോനെ. ആദം നബി പ്രഥമ മനുഷ്യനല്ലയോ, അതുകൊണ്ട് തന്നെ മകനെ വിളിക്കുകയാണ് വല്ലിബ്നി സാലിഹ്, സാലിഹായ പൊന്നുമോനെ, സ്വാഗതം എന്ന് പറയുകയാ. ആരാണ് എന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ പറയുകയാ, ആദം അലൈഹിസ്സലാം, അബുൽ ബശറായ ആദം നബിയാണ്. നബിയേ, അദ്ദേഹം എന്തിനാണ് വലത്ത് നോക്കി ചിരിക്കുന്നത്, ഇടത്തേക്ക് നോക്കി കരയുന്നത് എന്തിനാണ്? അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം സത്യം വെളിപ്പെടുത്തുന്നത്. അദ്ദേഹം വലത്തേക്ക് നോക്കുമ്പോ അദ്ദേഹത്തിൻ്റെതാകുന്ന മക്കളിലുള്ള
സ്വർഗാവകാശികളെ കാണുകയാണ്. അവരെ കണ്ടുകൊണ്ട് പുഞ്ചിരിക്കുകയാണ്. ഇടത്തേക്ക് നോക്കുമ്പോ ആദം സന്തതികളിൽ നിന്ന് കള്ളു കുടിക്കുന്ന, വ്യഭിചരിക്കുന്ന, സിനിമ കാണുന്ന, സീരിയൽ ദർശിക്കുന്ന, മോശപ്പെട്ട തരത്തിലേക്ക് പോകുന്ന മക്കളെ കാണുകയാ. ഫയബ്കി, അത് കാണുമ്പോൾ അദ്ദേഹം പൊട്ടിക്കരയുന്നു എന്ന് ബഹുമാനപ്പെട്ടതായ ജിബ്രീൽ എന്നോട് പറഞ്ഞു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാം ആകാശ സീമയിൽ ഞാൻ എല്ലാം കണ്ടു. സയ്യിദുനാ റസൂലുള്ളാഹി ആകാശത്തേക്ക് പോവുകയാണ്. അവിടുന്ന് എന്നെയും കൂട്ടി ജിബ്രീൽ അലൈഹിസ്സലാം പോയി. ഓരോ ആകാശത്തിന്റെ ഇടയിലും ദൂരം ഭയങ്കരമാണ്. ഈ ഭൂമിയിൽ നിന്ന് ഒന്നാം ആകാശത്തേക്കുള്ള ദൂരം എത്ര? അതിനേക്കാൾ കൂടുതലുണ്ടാകും. ഇതുവരെ മനുഷ്യൻ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഇതുവരെ കണ്ടുപിടിച്ചിട്ടുമില്ല. ശാസ്ത്രം ചിന്തിക്കണം, അത്ര ഉടൻ വരെ എത്തിയിട്ടില്ല. രണ്ടാം ആകാശത്തേക്ക് 7 ആകാശങ്ങൾ. രണ്ടാം ആകാശത്തെത്തി. അപ്പോഴും ജിബ്രീൽ അലൈഹിസ്സലാം വാതിൽ തുറക്കാൻ പറഞ്ഞപ്പോ ഒന്നാമത്തെ ആകാശത്ത് വെച്ച് ചോദിച്ച അതേ ചോദ്യം തന്നെ ചോദിക്കുകയാണ്. ആരാണ് നീ മൻ അന്ത? പറഞ്ഞു ജിബ്രീലാണ്. ആരാ നിന്റെ കൂടെ ഉള്ളത്? വിളിച്ചുകൊണ്ടുവരാനാ പോയത്. ഉടനെ തന്നെ കവാടം തുറന്നു. കേറി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, യബ്നി ഖാലതി ഈസാ വ സക്കരിയ അലൈഹിസ്സലാം, രണ്ട് പ്രവാചകന്മാർ അവിടെയുണ്ട്. സ്വാഗതം ചെയ്യാൻ വേണ്ടി ഓരോ ആകാശത്തും ഓരോ പ്രവാചകന്മാർ നിൽക്കുക. ഈ പ്രവാചകന്മാരൊക്കെ എവിടെ ഉണ്ടായിരുന്നു? ഉറങ്ങായിരുന്നു. ബൈത്തുൽ മുഖദ്ദസിലുണ്ടായിരുന്നു കൂടെ നിസ്കരിക്കാൻ. സെക്കൻഡിനുള്ളിൽ അവിടെ വന്ന് മനസ്സിലായിക്കോണം. മനസ്സിലാക്കണ്ട. പക്ഷെ ഇവർക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത മേഖലയിലേക്ക് പിന്നെ നബി പോകുന്നുണ്ട്. 7-ാം ആകാശത്തിന്റെ അപ്പുറത്തേക്ക് പോകാൻ സാധിക്കില്ല ഇവർക്ക്. ഈ പ്രവാചകന്മാർക്കൊന്നും പിന്നെ അങ്ങോട്ട് പോകാൻ പ്രവേശനമില്ല. അതിനപ്പുറത്തേക്ക് നബി പോവാൻ. അതാണ് സംഭവം. 2-ാം ആകാശത്ത് സയ്യിദുനാ ഈസാ വ സക്കരിയ അലൈഹിമുസ്സലാം, 2 പ്രവാചകന്മാർ ഇവിടെയുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമും സക്കരിയ നബി അലൈഹിസ്സലാമും. നിങ്ങൾക്ക് ക്ഷീണമുണ്ടോ? നിർത്തിയേക്കട്ടെ. ക്ഷീണമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ബക്കറ്റ് വന്നായിരുന്നോ? കൊടുത്തായിരുന്നോ? എവിടെ? ലാസ്റ്റ് മതി. മുസാബത്താക്കിയാ. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. മുസാബത്താക്കാൻ നേരം വരെ ഇവരുണ്ടാവുമോ എന്തോ. അള്ളാഹു ആര് വരുമുക്കാരും മെഹറാജായി ഉറക്കത്തിലാവും മുക്കാർ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. നിങ്ങൾ ഇരിക്കുമെങ്കിലേ ഇതൊക്കെ പറയുള്ളൂ. ഇപ്പം തന്നെ 11:15 ഞാൻ വേഗം തീർക്കാം. വേഗം ചുരുക്കി പറയാം. ഇത് മനസ്സിലാക്കിയിരിക്കണം. ഇത്രയും നാളായിട്ട് ഇതൊന്നും അറിയാമല്ലെങ്കിൽ പിന്നെ നമ്മളെന്ത് മൂമിൻ. ഈ രാവൊക്കെ വരുമ്പോഴത്തേക്കും നോമ്പൊക്കെ പിടിച്ച് റാഹത്തായിട്ട് വൈകിട്ട് നല്ല കുഴിമന്തിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മീനൊക്കെ നല്ല തവ ഫ്രൈ ചെയ്ത് അടിച്ചുകൊണ്ടിരിക്കുക. ഒന്നും മനസ്സിലാക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? ഇത് മനസ്സിലാക്കിയില്ലേ പോയില്ലേ, മൊത്തം പോയി. അനസൊക്കെ ഇങ്ങനെ നല്ല മട്ടനൊക്കെ അടിച്ച് നിൽക്കുകയാണ്. എല്ലാ കാര്യമില്ലെങ്കിൽ പിന്നെന്താ കാര്യം? അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ശ്രദ്ധിക്കും. അപ്പൊ 2-ാം ആകാശത്തേക്ക് ചെന്നപ്പോൾ ബഹുമാനപ്പെട്ടതാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാം വാതിൽ തുറക്കാൻ പറഞ്ഞു. തുറന്നു കൊടുത്തു. കയറി നോക്കിയപ്പോൾ സക്കരിയ നബിയുണ്ട്, ഈസാ നബി അലൈഹിസ്സലാമുണ്ട്. അവിടെ എല്ലാം കണ്ടു. കാണാനുള്ളതൊക്കെ എല്ലാ കാഴ്ചകളും കണ്ടു. വീണ്ടും കയറുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുരുക്കി പറയാൻ ഹദീസാണ് ഇതൊക്കെ. മൂന്നാം ആകാശത്തേക്ക് എന്നെയും കൊണ്ട് ജിബ്രീൽ പറക്കുകയാണ്. ബുറാഖ് എന്ന വാഹനത്തിൽ ഞങ്ങൾ ഇതാ 3-ാം ആകാശത്തേക്ക് ചെല്ലുമ്പോ അവിടെയും അടയ്ക്കപ്പെട്ടതാകുന്ന വാതിലാണ് കാണുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം വാതിൽ തുറക്കാൻ പോവുകയാണ്. വാതിൽ തുറക്കാൻ ആവശ്യപ്പെടുകയാണ്. ചോദിക്കപ്പെട്ടു, ആരാണ് നീ? ഞാൻ ജിബ്രീലാണ്. കൂടെയുള്ളത് ആരാണ്? മുഹമ്മദ്
മുഹമ്മദാണ്. വാതിൽ തുറക്കപ്പെടുകയാണ്. ഫൈദം ബി യൂസുഫ, ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം മൂന്നാം ആകാശത്ത് നിലകൊള്ളുകയാണ്. ഓരോ ആകാശങ്ങളിലും നിലകൊള്ളുന്ന പ്രവാചകർ സ്വാഗതം ചെയ്യുകയാണ്. മർഹബാ ബിൻ നബി സ്വാലിഹ്, മർഹബാ ബിൽ അബ്ദി സ്വാലിഹ്. സ്വാഗതമാണ്, സ്വാഗതമാണ് നബിയെ, കടന്നു വരണേ, കടന്നു വരണേ. നിങ്ങൾക്കിതാ സ്വാഗതം ഓതാൻ ഞങ്ങളിതാ കാത്തു നിൽക്കുകയാണ്. നാലാം ആകാശത്തേക്ക് ചെല്ലുകയാണ്. അവിടെ വാതിൽ തുറക്കാൻ പറയുകയാണ്. ആരാണ് എന്ന് ചോദിക്കപ്പെടുകയാണ്. ജിബ്രീലാണ്, മുഹമ്മദാണെന്ന് മറുപടി നൽകപ്പെടുകയാ. വാതിൽ തുറക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ടതായ ഹാറൂൻ നബി അലൈഹിസ്സലാമാണ്. ഹാറൂൻ നബി അലൈഹിസ്സലാം, ഇദ്രീസ് നബി അലൈഹിസ്സലാം, നാലാം ആകാശത്തിൽ സയ്യിദുന ഇദ്രീസ് നബി അലൈഹിസ്സലാം. വറഫഅനാഹു മകാനൻ അലിയാ, ബഹുമാനപ്പെട്ട ഇദ്രീസ് നബിയെ കുറിച്ച് ഖുർആൻ പറയുകയാ. സ്വർഗ്ഗത്തിൽ കടക്കാൻ സൗഭാഗ്യം ലഭിച്ചതായ വ്യക്തിയാ സയ്യിദുന ഇദ്രീസ് അലൈഹിസ്സലാം. അതൊക്കെ വിശാലമായ ചരിത്രമാണ്, പിന്നീട് പറയാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നല്ല രസകരമായ സുന്ദരമായ ചരിത്രമാണ് ഇദ്രീസ് നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ കടന്നത്. എന്തൊക്കെ പഠിക്കാനുണ്ട് ചരിത്രങ്ങൾ, എന്തൊക്കെ മനസ്സിലാക്കാനുണ്ട്. ഇവിടെ സീരിയൽ കണ്ടിട്ട് കണ്ണീര് വാർക്കുന്ന സഹോദരിമാർ ഈ പ്രവാചകന്മാരുടെ ചരിത്രം ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇദ്രീസ് നബി അലൈഹിസ്സലാം സ്വാഗതം അരുളി. മർഹബം ബിൻ നബി സാലിഹ് വൽ അബ്ദി സാലിഹ്, സ്വാഗതം നബിയേ, സ്വാഗതം നബിയേ. അഞ്ചാം ആകാശത്തേക്ക് ചെല്ലുകയാണ്. ആരാണ് എന്ന് ചോദിക്കപ്പെടുകയാണ്. ഇന്ന ഇന്ന അഹ്ലുകാരാണെന്ന് പറയപ്പെടുമ്പോ വാതിൽ തുറക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, സ്വാഗതം അരുളിക്കൊണ്ട് ഹാറൂൻ നബി അലൈഹിസ്സലാം നിലകൊള്ളുകയാണ്. മർഹബാ ബിൻ നബി സാലിഹ് വൽ അബ്ദി സാലിഹ്. അല്ലാഹുവിന്റെ റസൂല് സന്തോഷത്തോടു കൂടി കടന്നു ചെല്ലുകയാണ്. ആറാം ആകാശത്തേക്ക് കടക്കുമ്പോ വാതിൽ അടക്കപ്പെട്ടിരിക്കുന്നു. ആരാണ് എന്ന് ചോദിക്കുന്നു, മറുപടി നൽകപ്പെടുന്നു. വാതിൽ തുറക്കപ്പെടുന്നു. ഫൈദത് ബി മൂസ അലൈഹിസ്സലാം. യാത്ര തുടങ്ങുന്ന സമയത്ത് പരിശുദ്ധമായ ബൈത്തുൽ മഖ്ദസിൽ തന്നോടൊപ്പം നമസ്കരിക്കാനുള്ള വ്യക്തിയാണ്. യാത്ര തുടങ്ങുന്ന വേളയിൽ ഖബറിൽ സുന്നത്ത് നമസ്കരിക്കുന്നത് കണ്ടതായ പ്രവാചകര ആറാം ആകാശത്തേക്ക് എത്തിയപ്പോ ഫൈദം ബി മൂസ അലൈഹിസ്സലാം, മൂസാ നബി ആറാം ആകാശത്ത് നിലകൊണ്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ, ഞാൻ ചെല്ലുമ്പോൾ തന്നെ പറയുകയാണ്. മർഹബം ബിൻ നബി സാലിഹി വൽ അബ്ദി സാലിഹ്, കടക്കൂ നബിയെ, സന്തോഷത്തോടുകൂടി കടന്നു വരൂ റസൂലേ. അല്ലാഹുവിന്റെ റസൂല് വീണ്ടും ഇതാ ഏഴാം ആകാശത്തിന്റെ വാതിൽക്കലേക്ക് ചെല്ലുകയാണ്. ആരാണ് എന്ന് ചോദിക്കപ്പെടുകയാണ്. മറുപടികൾ നൽകപ്പെടുകയാണ്. ജിബ്രീലാണ്, മുഹമ്മദാ. വാതിൽ തുറക്കപ്പെടുകയാണ്. മാഷാ അല്ലാഹ്, ഫഇദം ബിറജുലിൻ ഖായിദുൻ മുസ്നിദൻ ലഹറഹു ഇലാ സിദ്റത്തിൽ മുൻതഹാ. ബഹുമാനപ്പെട്ടതായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെയുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഏഴാം ആകാശത്ത് നിന്നുകൊണ്ട് പറയുകയാണ്. മർഹബാ ബിൻ നബി സാലിഹ് വൽ ഇബ്നി സാലിഹ്. ബഹുമാനപ്പെട്ട ആദം നബി പറഞ്ഞ അതേ പദം തന്നെ പറയുകയാ. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മകനായ ഇസ്മായിൽ നബിയുടെ മക്കളുടെ പരമ്പരയല്ലയോ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് തന്നെ വിളിക്കുന്ന മകനെ സ്വാഗതം പൊന്നുമോനെ, സ്വാഗതം പൊന്നുമോനെ. മർഹബം ബിൻ നബി സാലിഹി വൽ ഇബ്നി സാലിഹ്, സാലിഹായ പൊന്നുമോനെ, സൽക്രമിയായ പ്രവാചകരെ, കടന്നു വരൂ, കടന്നു വരൂ എന്ന് അല്ലാഹുവിന്റെ റസൂലിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം വിളിക്കുകയാണ്. ഈ ബഹുമാനപ്പെട്ടതായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിക്കുകയാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ചതാണ്. വകദാലിക നുരീ ഇബ്രാഹിമ മലകൂതസ് സമാവാതി
والأرض وليكون من الموقنين. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പരിപൂർണമായി വിധേയത്വം വെച്ചതായ പ്രവാചകനാണ്. അബുൽ അംബിയ ആണ് സയ്യിദുനാ ഇബ്രാഹിം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു സാധാരണ വ്യക്തിയല്ല. അദ്ദേഹത്തിന് അള്ളാഹു ഒരുപാട് മനോഹരമായ കാഴ്ചകൾ നൽകിയിട്ടുള്ളതാണ്. പടച്ച റബ്ബിനോട് പരിപൂർണമായി വിധേയത്വം വെച്ച പ്രവാചകനല്ലയോ. സ്വന്തം മകന് പ്രായാധിക സമയത്ത് നൽകപ്പെട്ട പൊന്നുമോനെ ബലി കഴിക്കാൻ പറഞ്ഞപ്പോൾ സന്നദ്ധനായ പ്രവാചകനല്ലയോ. മാർക്ക് കല്യാണം ചെയ്യാൻ പറഞ്ഞപ്പോ സ്വന്തം ജനനേന്ദ്രിയത്തെ കാട്ടിൽ വിറക് മുറിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ വന്ന് പറഞ്ഞപ്പോ പ്രായമുള്ള വ്യക്തിയാണെന്ന് നോക്കിയില്ല. അദ്ദേഹം കയ്യിലിരുന്ന കോടാലി കൊണ്ട് ചേലാകർമ്മം ചെയ്തതായ വ്യക്തിയല്ലയോ. എന്ത് കാര്യം പടച്ച റബ്ബ് പറയുന്നു അതേപോലെ പരിപൂർണമായി ശിരസാവഹിക്കുന്ന വ്യക്തിയാ. സ്വന്തം ഭാര്യയും മകനെയും പരിശുദ്ധമായ കഅബയുടെ പരിസരത്ത് ഉപേക്ഷിക്കണേ എന്ന് അള്ളാഹു പറഞ്ഞപ്പോ ഉപേക്ഷിക്കാൻ തയ്യാറായ വ്യക്തിയാണ്. എന്തിനും തയ്യാറായി പടച്ച റബ്ബിന് വേണ്ടി സമർപ്പണ മനോഭാവത്തോടുകൂടി നിന്ന പ്രവാചകരല്ലയോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ അള്ളാഹു ധാരാളം ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഖുർആൻ പറയുന്നു വകദാലിക നുരി ഇബ്രാഹീമ മലകൂത സമാവാതി വൽ അർദ്. 7 ആകാശങ്ങളിലെയും 7 ഭൂമികളിലെയും എല്ലാവിധ വസ്തുക്കളും സർവ്വവിധമാകുന്ന സംവിധാനങ്ങളും അള്ളാഹു വ്യക്തമായി ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആൻ. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി തങ്ങൾ പറയുന്നു ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അർശ് ഭൂമിയിൽ നിന്ന് നോക്കി കണ്ടിട്ടുണ്ടത്രേ. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങൾ പറയാണ് തഫ്സീറുൽ കബീറുൽ അർശ് നോക്കി കണ്ടു. ആര്? ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം. ആകാശ സീമകളിലുള്ള മലക്കൂത്ത് കണ്ടു എന്ന് പറഞ്ഞാൽ പടച്ച റബ്ബിന്റെ രാജാധികാരം കണ്ടു എന്ന് പറഞ്ഞാൽ അർശ് കണ്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അള്ളാഹെ കണ്ടിട്ടില്ല. മനസ്സിലാക്കണം. അള്ളാഹെ കണ്ടത് ആര്? സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് ഫയൽസമു അൻ യകൂന മിഅറാജു ഇബ്രാഹിം അലൈഹിസ്സലാം അഫ്ളല മിൻ മിഅറാജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലർ അങ്ങനെ വാദിച്ചവരുണ്ട്. ആകാശ സീമകളിലെ മലക്കൂത്ത് രാജാധികാരം മുഴുവൻ കണ്ട വ്യക്തിയല്ലേ ആര്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അവൻ നബി കണ്ടതിനേക്കാൾ കൂടുതൽ കണ്ടില്ലേ? ഒരിക്കലും ഇല്ല. നബി കണ്ടതാണ് ഏറ്റവും കൂടുതൽ. മറ്റേത് മലക്കൂത്താണ് കണ്ടത്, രാജാധികാരമാണ് കണ്ടത്. അതുകൊണ്ട് അർശ് കൊണ്ട് കാഴ്ച നിർത്തി. പക്ഷെ നബി കണ്ടത് എന്താ? നബി കണ്ടത് ഖുർആൻ പറയുന്നുണ്ട് ലിനുരിയഹു മിൻ ആയാതിനാ. അല്ലാഹുവിന്റെ ആയത്തുകൾ കണ്ട വ്യക്തിയാണ്, ദൃഷ്ടാന്തങ്ങൾ കണ്ട വ്യക്തിയാണ് മുഹമ്മദ് നബി എന്ന് വിശുദ്ധമായ ഖുർആൻ. ആയാത്തുല്ലാഹി അഫ്ളലു മിൻ മിഅറാജി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഈ മിഅറാജിനേക്കാൾ ഏറ്റവും ഉന്നതമാണ് അള്ളാഹുവിന്റെ ആയത്ത് കാണുക എന്ന് പറഞ്ഞു. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നാളെ ആഖിറത്തിൽ നമുക്ക് ആയത്തുകൾ കാണാൻ തൗഫീഖ് നൽകട്ടെ. നാളെ എല്ലാവരും കാണും. അള്ളാഹു അതിന് തൗഫീഖ് തരട്ടെ. റബ്ബിനെ നേരിട്ട് കാണും മുഅ്മിനീങ്ങൾ. ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തുൽ ബദ്രി ശഫീഉന റസൂലുള്ളാഹി. 14 ചന്ദ്രൻ ഉദിച്ച് നിൽക്കുന്നതാകുന്ന ചന്ദ്രൻ, ആ രാവിലെ ഉദിച്ച് നിൽക്കുന്ന ചന്ദ്രനെ നിങ്ങൾ കാണുന്നത് പോലെ അള്ളാഹുവിനെ നേരിട്ട് കാണും മുഅ്മിനീങ്ങളെ നിങ്ങളെന്ന് സയ്യിദുന റസൂലുള്ളാഹി. അള്ളാഹു കാണാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം കണ്ടത് അത്രയേ ഉള്ളൂ. അർശ് കണ്ട ധാരാളം ആളുകളുണ്ട്. അതാ മനസ്സിലാക്കേണ്ടത്. മഹാന്മാരൊക്കെ കണ്ടുപോയിട്ടുണ്ട്. ഖ്വാജ മുഈനുദ്ദീൻ ചിസ്തി അജ്മീരി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരുടെ ചരിത്രം പരിശോധിച്ച് നോക്ക്. ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ഒരു മൗലിദ് രചിച്ചിട്ടുണ്ട് റഹിമഹുല്ലാഹു. അല്ലാഹുവിന്റെ ദറജ ഉയർത്തട്ടെ. ഇ.കെ. ഉസ്താദ് ഒരു മൗലിദ് രചിച്ചിട്ടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ റജബ് ഈ പരിശുദ്ധമായ അദ്ദേഹത്തിന്റെ ആണ്ട് റജബ് 6-നായിരുന്നു ഖ്വാജ മുഈനുദ്ദീൻ തങ്ങളുടെ ആണ്ട്. അന്ന് ആ മൗലിദ് എൻ്റെ കയ്യിൽ കിട്ടി. ഞാനത് പരിപൂർണമായിട്ടിരുന്ന് ഓതി. മാഷാ അല്ലാ, എന്ത് രസമാണ്, എന്ത് റാഹത്താണ് അദ്ദേഹത്തിന്റെ ചരിത്രം. ഖ്വാജ തങ്ങൾ
15-ാമത്തെ വയസ്സിൽ തൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയി. ഖാജാ തങ്ങളുടെ ഒരു ചെറിയൊരു തോട്ടം ബാക്കിയാക്കിയിട്ടാണ് പോയത്, ബുസ്താന്. ആ തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് ഇബ്രാഹിം ഖന്ദൂസി റളിയല്ലാഹുവിൻ്റെ വലിയൊരു സൂഫി വര്യം വരികയാണ്. അദ്ദേഹം വരുമ്പോൾ ബഹുമാനപ്പെട്ടവർ കയ്യിലുള്ളതാകുന്ന ഒരു ഈത്തപ്പഴം എടുത്ത് അദ്ദേഹത്തിന് കഴിക്കാൻ കൊടുത്തു. കൊട്ടയിൽ നിന്നൊരു ഈത്തപ്പഴം എടുത്തു കൊടുത്തു. ആ ഈത്തപ്പഴം എടുത്ത് ബഹുമാനപ്പെട്ടവർ സന്തോഷത്തോടുകൂടി കഴിച്ചു. ആര് കഴിച്ചു? ഇബ്രാഹിം ഖന്ദൂസി റളിയല്ലാഹുവിന് കഴിച്ചു. 15 വയസ്സുള്ള മൊയ്നുദ്ദീൻ തങ്ങൾ കൊടുക്കും. നാട്ടിൽ വന്നപ്പോൾ സൽക്കരിച്ചു. ഇദ്ദേഹം എന്ത് ചെയ്തു? പോകാൻ നേരം ആയപ്പോഴത്തേക്കും കയ്യിലുള്ള ഒരു ഉണക്ക റൊട്ടിയെടുത്ത് വായിലിട്ട് ചവച്ചിട്ട് തിരിച്ചു കൊടുത്തു, കഴിക്കാൻ വേണ്ടി കൊടുത്തു. ആര്? ഇബ്രാഹിം ഖന്ദൂസി റളിയല്ലാഹുവിന്. അനങ്ങായിരിക്കുക ചങ്ങായിമാർ, ഉറക്കം പറ റളിയല്ലാഹുവിന്. ഇങ്ങനെ ഇരിക്കുക, ബുദ്ധിയിരിക്കുന്നല്ലോ. പിന്നെ എങ്ങനെ നമ്മൾ നന്നാവും? നമുക്കൊരു റളിയല്ലാഹുവിനും ഇല്ല, ഒരു റഹ്മത്തുള്ളാഹിയും ഇല്ല, ഒന്നുമില്ല. പൊറോട്ടയും ബീഫും കിട്ടിയാൽ ഇങ്ങനെ തുറന്ന് പിടിച്ച് അണ്ണാക്കിൽ അടിക്കുക, അപ്പോൾ വാ തുറന്നിരിക്കും. ഇബ്രാഹിം ഖന്ദൂസി റളിയല്ലാഹു അൻഹു. മഹാന്മാരെ ബഹുമാനിക്കാതെ ദീൻ പൂർണ്ണമാവൂല. തഅലീമു മാ അല്ലമഹുല്ലാ വ തഹ്ഖീറു മാ ഹഖറഹുല്ലാ. അതാ ദീൻ എന്ന് പറഞ്ഞത്. അല്ലാഹ് ബഹുമാനിച്ച വസ്തുക്കളെയും സാധനങ്ങളെയൊക്കെ ബഹുമാനിക്കണം, ആദരിക്കണം, അപ്പോഴേ ദീനാവുള്ളൂ. ഇത് വായിലിട്ട് ചവച്ചിട്ട് തിരിച്ചു കൊടുത്തു. ബഹുമാനപ്പെട്ടവർ അത് വിഴുങ്ങിയെന്നാണ്, കഴിച്ചു. എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ ഉമ്മനീരിനോട് കലർന്നതാകുന്ന ഈ വിലായത്തുള്ള മഹാനാകുന്ന ഇബ്രാഹിം ഖന്ദൂസി റളിയല്ലാഹുവിന് വായിലിട്ട് ചവച്ചിട്ട് കൊടുത്തപ്പോൾ നമ്മളാണെങ്കിൽ അത് കഴിച്ചേക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ വെച്ചിട്ട് മാറ്റി കളഞ്ഞേക്കും. വേറെ ഓലിയൊന്നുമില്ല, വായിലിട്ട് ചവച്ചിട്ട് വന്നേക്കുക. അതങ്ങോട്ട് കഴിച്ചപ്പോഴത്തേക്കും ബഹുമാനപ്പെട്ടവർ എഴുതുകയാണ്, ഫതറക ദുനിയ ബിൽകുല്ലിയ. ദുന്യാവ് മുഴുവനും മറന്നുപോയി, സുഹുദായി, പരിത്യാഗമായി. 15 വയസ്സേ ഉള്ളൂ. പിന്നെ കളിക്കണം, ചിരിക്കണം, പന്ത് കളിക്കണം, ട്രോഫി വാങ്ങണം എന്നുള്ള ചിന്തയൊന്നുമില്ല. എല്ലാം വിട്ടു. ഫവഖഫൽ ബുസ്താന അലൽ ഫുഖറാഇ വൽ മസാകീൻ. ഈ ഉണ്ടായിരുന്ന തോട്ടമുണ്ട്, വാപ്പ കൊടുത്തിട്ട് പോയ, അനന്തരമായിട്ട് കൊടുത്തിട്ട് പോയ തോട്ടമാണ്. അത് മുഴുവൻ പാവപ്പെട്ടവർക്ക് അങ്ങ് വഖഫ് ചെയ്തു. അസ്സലാമു അലൈക്കും, പോവാൻ. ഉള്ള സ്വത്ത് ഒഴിവാക്കി പോവാ. എല്ലാം ഒഴിവാക്കി, ഒന്നുമില്ല, ഒരു നയാ പൈസ പോലുമില്ല. നേരെ ഖുറാസാൻ എന്ന പട്ടണത്തിലേക്ക് പോയി. ഫഹഫിളൽ ഖുർആന കുല്ല. ഖുർആൻ മുഴുവൻ പഠിച്ചു, മനപ്പാടമാക്കി. അവിടുന്ന് ബുഖാറ പട്ടണത്തിലേക്ക് പോയി. ബഹുമാനപ്പെട്ട ഹിസാമുദ്ദീൻ അൽ ബുഖാരി റളിയല്ലാഹുവിന്റെ ദറസിൽ ചേർന്നിട്ട് വിശുദ്ധമായ ഖുർആനിൻ്റെതാകുന്ന തഫാസീറുകൾ മുഴുവൻ പഠിച്ചു. എല്ലാ തഫ്സീറുകളും പഠിച്ചു. ഹദീസുകൾ മുഴുവൻ മനപ്പാടമാക്കി. അതിൻ്റെ ശാഖോപശാഖകളിൽ മുള്ളിക്കുളിച്ചു. എല്ലാ ഇൽമിൻ്റെ ഫന്നുകളും മഅഖൂലാത്തും പഠിച്ച് നല്ല വിജ്ഞാനമുള്ള വ്യക്തിയായി ഇറങ്ങി. അതിനുശേഷം ബഹുമാനപ്പെട്ടവർ ലോകത്തുള്ളതാകുന്ന, അന്ന് ജീവിച്ചിരിക്കുന്നതാകുന്ന സർവ്വ മഖാമുകളിലും പോയി സിയാറത്ത് ചെയ്തു. ജീവിച്ചിരിക്കുന്നവരെയും കാണും, മരിച്ചുപോയതാകുന്ന മഹാന്മാരെയും കാണും. വകാന യസൂറു കുല്ലൽ ഉലമാഇ വൽ ഔലിയാഇ മിനൽ അഹ്യാഇ വൽ അംവാതി. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ എല്ലാ ആളുകളെയും പോയി സിയാറത്ത് ചെയ്യും. നമ്മളും അങ്ങനെ തപ്പി കിടക്കുമല്ലോ. ജീവിച്ചിരിക്കുന്ന ആരെങ്കിലും വല്ല വിലായുണ്ടോ എന്ന് നമ്മൾ നോക്കും. മഹാന്മാരുണ്ടോ? കാണുന്ന എല്ലാവരെയും പോയി കൈമുത്താൻ നിൽക്കണ്ട. കൈ പച്ച പൊതിച്ചും 5 പേരിൽ 50 മോതിരം ഇട്ടിട്ട് യാഹു അടിച്ചിരിക്കുന്ന കള്ള ശൈഖന്മാരുണ്ട്, ജിന്നമ്മമാരും ജിന്നപ്പന്മാരും. അങ്ങനെ അടുത്തൊന്നും നിങ്ങൾ പോകണ്ട. അള്ളാഹു നമ്മളൊക്കെ. നമുക്ക് ആവശ്യത്തിന് ഇവിടെ നല്ല ഉലമാവും പണ്ഡിതന്മാരും നേതൃത്വം ഇവിടെ ഉണ്ട്. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നസീബാക്കട്ടെ. പിന്നെ എന്തിനാ നമ്മൾ ആവശ്യമില്ലാതെ കള്ള ശൈഖന്മാരുടെയും കള്ള ജിന്നമ്മമാരുടെ അടുക്കലേക്ക് പോകുന്നത്? ചുരുക്കത്തിൽ ഞാൻ ചുരുക്കി പറയാൻ, അത് പറയാനാണെങ്കിൽ അത് തന്നെ പറയണം. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് പറഞ്ഞൊരു ബർക്കത്തെടുക്കുക. പ്രത്യേകിച്ച് ഔലിയാക്കളുടെ ഒരു സവിധത്തിലും റജബിലാണ് അവിടുന്ന് വഫാത്തായതും ഖ്വാജാ തങ്ങൾ. അതുകൊണ്ട് അവരുടെ ഒരു ബർക്കത്തിന് പറഞ്ഞപ്പോൾ ഇടയിലൊന്ന് പറയുന്നു മാത്രം. അറശിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയുക. അങ്ങനെ ബഹുമാനപ്പെട്ട ഹിസാമുദ്ദീൻ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു എല്ലാ വിജ്ഞാനവും പഠിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ടവർ യാത്ര ചെയ്തു. ബഹുമാനപ്പെട്ടതാകുന്ന ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് അദ്ദേഹത്തിൻ്റെതാകുന്ന മുരീദീങ്ങളിൽ പെടാൻ വേണ്ടി ഷെയ്ഖാകുന്ന ഉസ്മാനുൽ ഹാറൂനിയെ ബൈഅത്ത് ചെയ്തു. അദ്ദേഹത്തിന്റെ കൂടെ കൂടി വലിയ വിലായത്തിന്റെ മർത്തബ എത്തിച്ച വ്യക്തിയാണ് ഉസ്മാനുൽ ഹാറൂനി. ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ അടുക്കലെത്തി. ഖാജാ തങ്ങൾ മൊയ്നുദ്ദീൻ തങ്ങളുടെ ശിഷ്യനാണ്. ഡൽഹിയിൽ അടങ്ങിയിരിക്കുന്ന ബഖ്തിയാറുൽ കഅക്കി റളിയല്ലാഹു അൻഹു. കാക്കി എന്നാ പറയാ, കഅക്കി റളിയല്ലാഹു അൻഹു. ബഖ്തിയാറുൽ കഅക്കി ഡൽഹിയിൽ പോയവർക്കറിയാം.
നമ്മുടെ ഇതുണ്ടല്ലോ കുത്തുബ് മിനാറിൻ്റെ അവിടുന്ന് കുറച്ചുകൂടെ അവിടെ പോയാൽ മതി. ഒരു 1/2 കിലോമീറ്റർ പോയി കഴിയുമ്പോൾ അവിടെ മക്കാമുണ്ട്. ബഖ്തിയാറുൽ കാക്കി റളിയല്ലാഹു അൻഹു. ഡൽഹിയിലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ സിയാറത്തിന് പോകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അത് ആരുടെ ശിഷ്യനാ? ഖ്വാജ തങ്ങൾ മൊയ്നുദ്ദീൻ തങ്ങളുടെ ശിഷ്യനാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഉസ്താദാകുന്ന മൊയ്നുദ്ദീൻ തങ്ങൾ 20 വർഷം ബഹുമാനപ്പെട്ടവരുടെ അടുക്കലുണ്ടായിരുന്നു. ആരുടെ അടുക്കൽ? ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹുവിന്റെ അടുക്കലുണ്ടായിരുന്നു. മാത്രമല്ല എൻ്റെ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു കാര്യം പറയാനുണ്ട്. 70 വർഷം ഞാൻ എൻ്റെ ഉസ്താദിനെ നിരീക്ഷിച്ചു. ആരെ? ഖ്വാജ തങ്ങളെ, മൊയ്നുദ്ദീൻ തങ്ങളെ. 70 വർഷം പകല് മുഴുവൻ നോമ്പ്, രാത്രി മുഴുവൻ നമസ്കാരം. പകല് മുഴുവൻ നോമ്പ്, ഒറ്റ ദിവസം ഒഴിവില്ല. പകല് മുഴുവൻ നോമ്പ്, രാത്രി മുഴുവൻ നിസ്കാരം. ഇശായിക്കെടുത്ത ഒളുവുണ്ട്. വക്കാന യുസല്ലി സുബ്ഹ ബി വുളൂഇൽ ഇശാഇ. ഇശാഇന്റെ ഒളു എടുത്ത് സുബഹി നിസ്കരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? സാധാരണ ചിലര് ഞാൻ വലിയാന്നറിയാൻ വേണ്ടി പറയാൻ വേണ്ടി എന്തിരിക്കും, സുബഹിക്കെടുത്ത് ഒളു പിടിച്ചു വെച്ചിട്ട് ഷുഗർ ഉണ്ടെങ്കിലും മൂത്രമൊഴിക്കാതെ അനങ്ങാതിരിക്കും. ഇശാ വരെ എങ്ങനെയെങ്കിലും കട്ടിക്ക് പിടിച്ചിട്ട് വലിയാന്ന് പറഞ്ഞു കിടക്കും. അങ്ങനെയല്ല. ഇത് ഇശായിക്കെടുത്ത് ഒളുകൊണ്ട് സുബഹി നിസ്കരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഉറക്കമില്ലാന്ന്. ഉറങ്ങിയാൽ പോയില്ലേ ഒളു. രാത്രി മുഴുവൻ നിസ്കാരാൻ. ആ രീതിയിൽ രാത്രിയിൽ ഇശായിക്കെടുത്ത് ഒളുകൊണ്ടാണ് സുബഹി നിസ്കരിക്കുന്നത് 70 വർഷത്തോളം. മാത്രമല്ല വകാന യഖ്തിമുൽ ഖുർആന ഫീ കുല്ലി യൗമിൻ മറത്തൈനി. എല്ലാ ദിവസവും 2 പ്രാവശ്യം ഖുർആൻ ഖത്തം തീർക്കും. ഖ്വാജ മൊയ്നുദ്ദീൻ ജിസീൽ അജ്മീരി റളിയല്ലാഹു അൻഹു. ഒക്കെ പഠിക്കണം ഇന്നത്തെ തലമുറ. മൗലൂദ് ഓതിയിട്ട് റാഹത്തായിട്ട് പൊറോട്ട ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കിടക്കുകയാണ്. ചോറ് എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒച്ചയും ബഹളം ഉണ്ടാക്കി കിടക്കുക. എന്താണ് ഇവരൊക്കെ ആരൊക്കെയാണെന്ന് പഠിക്കണം നമ്മൾ. എല്ലാ ദിവസവും 2 പ്രാവശ്യം ഖത്തം. ഒരു ജുസു ഓതാത്തതായ ആളുകളാണ് നമ്മൾ. എല്ലാ ദിവസവും ഒരു ഖത്തം ഓതിയിരുന്ന മഹാനാണ് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു, മദ്ഹബിന്റെ ഇമാം. അള്ളാഹുവിന്റെ ദറജ ഉയർത്തട്ടെ. റമളാനിൽ പകലിൽ തന്നെ 2 ഖത്തം ഓതി തീർക്കും. റമളാനിൽ ഇമാം ഷാഫി തങ്ങൾ. പക്ഷെ എല്ലാ ദിവസവും, റമളാൻ എന്നില്ല, അല്ലാത്ത ദിവസവും എന്നില്ല, എല്ലാ ദിവസവും 2 ഖത്തം ഓതിയിട്ട് നിലകൊണ്ടിരുന്നു 70 വർഷത്തോളം എൻ്റെ ഉസ്താദ് ബഹുമാനപ്പെട്ടതാകുന്ന ഖ്വാജ മൊയ്നുദ്ദീൻ ജിസീൽ അജ്മീരി റളിയല്ലാഹു അൻഹു എന്ന് ബഹുമാനപ്പെട്ടവർ പറയാം. അങ്ങനെ ജീവിതം 20 വർഷത്തോളം ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു ഒന്നിച്ച് ജീവിച്ചു. അവസാനം അദ്ദേഹം പറഞ്ഞു, ബാ അവിടെ വരാൻ പറഞ്ഞു. ജദ്ദിദ് വുളൂഅക, നിന്റെ വുളു ഒന്ന് പുതുക്കാൻ പറഞ്ഞു. അങ്ങനെ തന്നെയാണ് ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ എഴുതിയ ഇബാറത്താണ് ഞാനീ പറയുന്നത്. ജദ്ദിദ് വുളൂഅക, വുളു പുതുക്കാൻ പറയുക. തവല്ല നീ വുളു എടുക്കാനല്ല പറയുന്നത്, വുളു പുതുക്കാൻ. അതിൻ്റെ അർത്ഥം എന്താ? എവറടി വുളു ആണ്, എപ്പോഴും വുളു ഉണ്ട്. അതൊക്കെ ഔലിയാക്കൾ അല്ല, നമ്മളെപ്പോലെ അല്ല. നമ്മൾ നാളെ എടുക്കാമെന്നും പറഞ്ഞിട്ട് പോയി കിടന്നുറങ്ങും. മൂത്രം ഒഴിക്കുക അല്ലെങ്കിൽ ബാത്റൂമിൽ പോയി ചെയ്തു കഴിഞ്ഞാൽ നാളെ എടുക്കാമല്ലോ, തണുപ്പല്ലേ. ഓ, ഇവരെപ്പോഴും വുളു ആണ്, ദായിമുൽ വുളു ആണ്. നേരത്തെ നമ്മുടെ ഹദീസ് ഓതി, അള്ളാഹുവിൻ്റെ അർശിൻ്റെ അടുക്കലേക്ക് നമ്മുടെ ആത്മാക്കൾ എത്തും. എല്ലാ ദിവസവും ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ ആത്മാക്കൾ അവിടെ കൊണ്ടുവരും. എന്നിട്ട് ആ ആത്മാക്കളോടായി പറയും, സുജൂദ് ചെയ്യാൻ പറയും അർശിൻ്റെ അടുക്കൽ. സുജൂദ് ചെയ്യാൻ പറ്റുന്നത് ആർക്കാ? രാത്രിയിൽ നല്ല ശുദ്ധിയാക്കി ഉറങ്ങിയവർക്ക്, ഒളു എടുത്തവർക്ക് അള്ളാഹുവിൻ്റെ അർശിൻ്റെ അടുക്കൽ പോയി നമ്മുടെ ആത്മാവ് സുജൂദ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും ഉറങ്ങുമ്പോഴൊക്കെ ഉള്ള സംഭവം ഈ പറയുന്നത് ഹദീസാണ്. ശുദ്ധിയില്ലാത്തവൻ്റെ ആത്മാവ് തിരിച്ചു വരുമെന്നാണ്. ഖ്വാജ തങ്ങൾ മാഷാ അല്ലാഹ്, ചുരുക്കം പറഞ്ഞാൽ ചുരുക്കി പറയാണ്, ഒളു എടുത്തു. ഉസ്താദ് പറഞ്ഞതിൻ്റെ പേരിൽ ഒളു എടുത്ത് വന്നു, ഒളു പുതുക്കി വന്നു. പറഞ്ഞു, നീ 2 റക്അത്ത് നിസ്കരിക്കണം. സല്ലി റക്അത്തൈനി, 2 റക്അത്ത് നിസ്കരിക്കണം. യഖറഉ ഫിൽ ഊല ഫാത്തിഹത്തുൽ കിതാബ്, ഫാത്തിഹ ഒരു വട്ടം ഓതണം. വ അൽഫ മറ സൂറത്തുൽ ഇഖ്ലാസ്, 1000 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണം. അങ്ങനെ നിസ്കരിക്കാൻ പറഞ്ഞു. നിസ്കരിച്ചു. 1ാമത്തെ റക്അത്തിൽ അങ്ങനെ ഓതണം. 2ാമത്തെ റക്അത്തിലോ പറഞ്ഞു കൊടുത്തു, ഫാത്തിഹ 1000, സൂറത്തുൽ ഇഖ്ലാസ് 1. നേരെ തിരിച്ച്. 1ാമത്തെ റക്അത്തിൽ ഫാത്തിഹ 1, സൂറത്തുൽ ഇഖ്ലാസ് 1000. 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹ 1000, സൂറത്തുൽ ഇഖ്ലാസ് 1. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, 100 പ്രാവശ്യം മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് എല്ലാം പറഞ്ഞു. ആരോടെ ഈ പറയുന്നത്? എപ്പോഴും ഹത്ത് ഓതി ഖുർആൻ ഓതി 24 മണിക്കൂറും സലാത്തും ദിക്റും ഖുൽ ഹുവല്ലാഹു അഹദും ഒക്കെ ആയിട്ട് നിലകൊള്ളുന്ന ആളുകളോടായി പറയുന്നത്. അങ്ങനെ ഇതങ്ങോട്ട് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, ഉൻദുർ ഇല സമായി, ആകാശത്തേക്ക് നോക്കാൻ പറഞ്ഞു.
മാഷാ അല്ലാഹ്. അപ്പോൾ നേരെ അദ്ദേഹം കാണുന്നു, അർശ് ഞാൻ കണ്ടു എന്ന് ബഹുമാനപ്പെട്ടതായ ഖ്വാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു പാകപ്പെടുത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, വാ നമുക്ക് പോവാന്ന് പറഞ്ഞു. നേരെ പോയി പരിശുദ്ധമായ മക്കയിലേക്ക് പോയി തവാഫ് ചെയ്തു. ഉംറ നിർവഹിക്കാൻ അവിടുന്ന് നേരെ മദീനയിൽ വന്നു. സിയാറത്ത് ചെയ്തു. അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ എന്ന് ഖബറിൽ നിന്ന് ശരീരം കേൾക്കുമായിരുന്നു. മുത്തുനബിയുടെ റൗളയിൽ നിന്ന്. മാഷാ അല്ലാഹ്, കേൾക്കണം. ഓരോ ഹത്ത് ഓതി തീരുമ്പോഴത്തേക്കും പറയും നിന്റെ ഹത്ത് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയും. ഒരു അശരീരി വരും ഓരോ ഹത്ത് ഓതി തീരുമ്പോൾ. മനസ്സിലാക്കണം അവരൊക്കെ ആരാണെന്നുള്ളത്. അള്ളാഹുവരുടെ ദറജ ഉയർത്തട്ടെ. അവരെ കുറച്ചു നേരമെങ്കിലും പറഞ്ഞതുകൊണ്ട് നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തീകരിച്ചു തരട്ടെ. ഈ മഹാന്മാരുടെ തണലിലായി അള്ളാഹു നമ്മളുടെ ജീവിതം സാധ്യമാക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് എന്തിനാ, അർശ് അങ്ങനെ കണ്ട ഒരുപാട് ആളുകളുണ്ട് മഹാന്മാരിൽപ്പെട്ടവർ. അത് കാണാം, അത് പറ്റുമോ എന്നുള്ളതാണ്. അമ്പിയാക്കൾക്ക് ഉണ്ടായതാകുന്ന എല്ലാ മുഅ്ജിസത്തും ഔലിയാത്തും കറാമത്തും മുഖേന ഉണ്ടാകാം. കുല്ലുമാ ജാസ അൻ യകൂന മുഅ്ജിസത്തൻ ലിനബിയ്യിൻ ജാസ അൻ യകൂന കറാമത്തൻ ലിവലിയ്യിൻ ഇല്ലൽ ഖുർആൻ. അങ്ങനെയാണ് ഉസൂൽ. അമ്പിയാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അമാനുഷികമാകുന്ന കഴിവായി കൊടുത്ത നിലക്കുള്ളതാകുന്ന കഴിവുകൾ. ഇബ്രാഹിം നബിക്ക് കൊടുത്ത കഴിവാണ് അർശ് കണ്ടു എന്നുള്ളത്. ആ കഴിവ് ഔലിയാക്കളിൽപ്പെട്ടതാകുന്ന ഖ്വാജാ തങ്ങൾ, മുഈനുദ്ദീൻ തങ്ങളെ പോലെയുള്ളവർ, അടങ്ങിയിരിക്കുന്ന മഹാന്മാരെ പോലെയുള്ളതാകുന്ന ഔലിയാക്കൾക്ക് കറാമത്ത നിലയ്ക്ക് സാധ്യമാകാം, അങ്ങനെ ഉണ്ടാകാം. ഖുർആൻ എന്നുള്ളതാകുന്ന മുത്തുനബിക്ക് നൽകപ്പെട്ടതായ മുഅ്ജിസത്ത് ഒഴിച്ച് വേറെ ഒരാൾ ഒരു ഖുർആനിന്റെ പ്രതി വന്നിട്ട് ഖുർആൻ അതിനേക്കാൾ നല്ല സുന്ദരമായ ഖുർആനാണെന്ന് പറഞ്ഞാൽ അതാരും വിശ്വസിക്കണം. ഖുർആൻ ഒഴിച്ച് ബാക്കിയൊക്കെ സംഭവിക്കാം, അങ്ങനെ ഉണ്ടാകാം. അതുകൊണ്ട് ഒരാൾ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മളെ തെറ്റിദ്ധരിക്കണം. നമ്മുടെ ഇടയിലുള്ള കൗമൊക്കെ ചിലര് പറയും, ഞാൻ ഇമാം മഹദിയാന്ന് പറഞ്ഞ് നാളെ ഒരുത്തം ഫേസ്ബുക്ക് ലൈവ് ചെയ്യുന്നുണ്ട്. കണ്ടായിരുന്നു നിങ്ങൾ? അങ്ങനെയുള്ള ഹൈവാന്മാരെ കണ്ടാൽ മാറ്റി നിർത്തിയേക്കണം. ഫേസ്ബുക്ക് ലൈവ് ചെയ്തിരിക്കുക, ഞാൻ ഇമാം മഹദിയാണ്. എന്നിട്ട് എന്തിനാ ലൈവ് ചെയ്തിരിക്കുന്നത്? എന്റെ വണ്ടി പോലീസുകാർ പിടിച്ചു വെച്ചേക്കുന്നത്. ഇമാം മഹദിയുടെ പോലീസുകാർ എന്നിട്ട് ഭീഷണിപ്പെടുത്തുക, ഞാൻ സാധാരണക്കാരനല്ല, വേഗം എന്റെ വണ്ടി റിലീസ് ചെയ്തോണം, ഇല്ലെങ്കിൽ വിവരം അറിയും, ഞാൻ ഇമാം മഹദിയാണ്, പണ്ഡിതന്മാരോട് ചോദിച്ചാൽ മതി. അല്ലാഹു ആക്കട്ടെ. ഇങ്ങനെയുള്ള ടീമുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയുള്ളവരൊന്നും കണ്ടിട്ട് നിങ്ങൾ പുറകെ പോകണ്ട. അതൊക്കെ വേറെ ആയത്തോതി പറഞ്ഞത് ഒരുപാട് സംഭവമുണ്ട്. കള്ളത്തുരീക്കത്തും കള്ളശേഖന്മാരും വ്യാജശേഖന്മാരും ഒക്കെ ഇഷ്ടംപോലെ ഉടലെടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഉസ്താദുമാര് സയ്യിദന്മാര് ഇരിക്കുന്ന ആലിമികൾ തന്നെ ധാരാളമുണ്ട്. എന്ത് വിഷയം ചോദിച്ചാലും പറഞ്ഞുതരാൻ നല്ല സാദാത്യങ്ങൾ നേതൃത്വമുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ദീർഘായുസ്സ് നൽകട്ടെ. ഇനി തിരിച്ചു വരികയാണ്. കുറഞ്ഞ സമയം ഇവിടെ തീരാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടു ഏഴാനാകാശത്ത്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കണ്ടതാകുന്ന മലകൂത്ത സമാവാതി വൽ ആകാശഭൂമികളുടെ വലുതാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടതാകുന്ന ആയാത്തുല്ലാഹി, പടച്ചറബിന്റെ ആയത്തുകളെന്ന് ഇമാം റാസി തങ്ങൾ അവിടുത്തെ തഫ്സീറുൽ കബീർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ആയാത്തുള്ളയാണ് വലുത്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ് വലുത്. അള്ളാഹുവിനെ നേരിട്ട് ഇവിടെ കണ്ടു. ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഞാൻ ആദ്യം ഓതി വെച്ചതാകുന്ന സൂറത്തുൻ നജ്മ് അതിലേക്കാണ് സൂചിപ്പിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുകും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ അല്ലമഹു ശദീദുൽ ഖുവാ ذو مرة فاستوى وهو بالأفق الأعلى ثم دنا فتدلى فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى ما كذب الفؤاد وما رأى ما كذب الفؤاد وما طغى لقد رأى من آيات ربه الكبرى
തീർച്ചയായും അല്ലാഹുവിന്റെ റസൂൽ കണ്ടത് അല്ലാഹുവിന്റെ വലിയ ദൃഷ്ടാന്തങ്ങളാണ്. ഇബ്രാഹിം നബി കണ്ടതുപോലെ മലക്കൂത്ത സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലെ രാജാധികാരം മാത്രമല്ല, ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബറാ, അല്ലാഹുവിന്റെ വലിയതാകുന്ന ആയത്തുകൾ കണ്ടതായ വ്യക്തിയാണ്, വലിയതാകുന്ന ദൃഷ്ടാന്തങ്ങൾ വ്യക്തമായി കണ്ടതായ വ്യക്തിയാണ്. 7 ആകാശങ്ങൾ കഴിഞ്ഞ് ഓരോ ആകാശങ്ങളിലും പ്രവാചകന്മാരുടെ സ്വാഗതം മുഴുവനും വാങ്ങിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുത്തുനബി അലൈഹിസ്സലാം ജിബ്രീൽ എന്ന മാലാഖ മുഖേന ബുറാഖ് എന്ന വാഹനത്തിൽ കയറിപ്പോയ 1-ാം ആകാശത്തിൽ ആദം നബിയെ കണ്ടതായ പ്രവാചകരാണ്. ആദം നബി സ്വാഗതം ഓതുകയാണ്. 2-ാം ആകാശത്തിൽ സക്കരിയ നബിയും ഈസാ നബിയും സ്വാഗതം അരുളിക്കൊണ്ട് നബിയെ കൊണ്ടുപോയാണ്. മൂസാ നബി അലൈഹിസ്സലാമും ബഹുമാനപ്പെട്ടതായ യൂസുഫ് നബി അലൈഹിസ്സലാമും ബഹുമാനപ്പെട്ട ഇദ്രീസ് നബി അലൈഹിസ്സലാമും ഹാറൂൻ നബി അലൈഹിസ്സലാമും സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അടക്കം എല്ലാവരും സ്വാഗതം ആശംസിച്ചുകൊണ്ട് റസൂലുള്ളാഹിയെ ആനയിക്കുകയാണ്, പറഞ്ഞേക്കുകയാണ്. അല്ലാഹുവിന്റെ തിരുഹദറത്തിലേക്ക് മൂസാ നബിക്ക് കിട്ടാത്ത, ഇബ്രാഹിം നബിക്ക് കിട്ടാത്ത, ലോകത്തൊരു പ്രവാചകന്മാർക്കും സാധിക്കാത്ത, ഒരംബിയാ മുർസലീങ്ങൾക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത, ഇന്ന് വരെ അവകാശപ്പെടാത്ത അല്ലാഹുവിനെ നേരിട്ട് കാണാൻ പോകുകയാ. സുബ്ഹാനല്ലാഹ്. സിദ്റത്തുൽ മുന്തഹയിലേക്ക് ചെല്ലുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബ, ആ സിദ്റത്തുൽ മുന്തഹ ഇലന്ത വൃക്ഷത്തെ ഒന്നും നിർമ്മിക്കാൻ പറ്റൂല, അതിനെ വർണ്ണിക്കാൻ സാധിക്കുകയില്ല സ്വഹാബ, അത്രമാത്രം വലിയതാണ്. അതിൻ്റെതാകുന്ന ഇലകൾ ഒരു ആനയുടേതാകുന്ന ചെവി പോലെ കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വർണ്ണിക്കുകയാണ്. അതിൻ്റെതാകുന്ന സൗന്ദര്യം എത്ര പറഞ്ഞാലും തീരുകയില്ല സ്വഹാബ. അല്ലാഹുവിന്റെ റസൂൽ ഇതാ അർശിന്റെ ഉടമസ്ഥനായ ലോകത്തിന്റെ നായകനിലേക്ക് കടക്കുകയാണ്. ആലമുൽ ജബറൂത്തും മലക്കൂത്തും നാസൂത്തും കഴിഞ്ഞ് ബഹറുൻ നൂറിലേക്ക് ചെന്നപ്പോ ഹത്താലി ബഹലിൻ നൂരി ജിബ്രീലും വഖഫ് ഫി ശത്തിഹി റൂബൻ ഫവദ്ദഅ വഹതഫ് ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂം സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. പ്രകാശത്തിൻ്റെതാകുന്ന പ്രഭാവലയം തീർക്കുന്നതായ പ്രകാശത്തിന്റെ കടലിന്റെ തീരത്തേക്ക് എത്തിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, നബിയേ, അല്ലാഹുവിന്റെ തിരുസവിധത്തിലേക്ക് പൊയ്ക്കോ റസൂലേ, പേടിക്കണ്ട റസൂലേ, എനിക്കിനി വരാൻ സാധിക്കുകയില്ല, എനിക്കിവിടം വരെ അവസരമുള്ളൂ, ഇനി അങ്ങോട്ടുള്ള പ്രവേശനം തങ്ങൾക്ക് മാത്രമാണ് റസൂലേ. അതിന് പകർന്ന് പറ്റുന്ന രീതിയിൽ തങ്ങളുടെ ഹൃദയത്തെ, തങ്ങളുടെ ശരീരത്തെ അല്ലാഹു പാകപ്പെടുത്തിയിരിക്കുകയാണ് റസൂലേ. സംസം കൊണ്ട് ഹൃദയം കീറിയില്ലയോ, കഴുകി ശുദ്ധീകരിച്ചില്ലയോ റസൂലേ, ഈമാനും ഹിക്മത്തിനാലും ഹൃദയത്തെ നിറച്ചില്ലയോ റസൂലേ, പേടിക്കണ്ട റസൂലേ, ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ്, എന്നെ ഉപേക്ഷിച്ചിട്ട് തങ്ങളെ കയറിപ്പോയ്ക്കോ റസൂലേ, അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂം. ഈ ലോകത്തുള്ളതാകുന്ന സർവ്വ വസ്തുക്കളെ സൃഷ്ടിച്ച, 7 ആകാശ സീമകളെ പടച്ചതായ, 7 ഭൂമികളെ പടച്ചതായ, സ്വർഗത്തെ പടച്ചതായ, നരകത്തെ സൃഷ്ടിച്ചതായ, ഈ ലോകത്തുള്ള സർവ്വ അമ്പിയാക്കളെ പടച്ചതായ, സൗന്ദര്യ സ്വരൂപനാകുന്ന യൂസുഫ് നബിയെ പടച്ചതായ അല്ലാഹ്, മുത്ത് നബിയെ പടച്ചതായ അല്ലാഹ്, എത്ര സൗന്ദര്യമുള്ളവരാണ്, ഒന്ന് പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ. അല്ലാഹുവിനെ നേരിട്ട് കാണാനുള്ള അവസരം മുത്തുനബിക്ക് നൽകപ്പെടുകയാ. ആലമുൽ ജബറൂത്തും മലക്കൂത്തും നാസൂത്തും കഴിഞ്ഞ് അല്ലാഹുവിന്റെ തിരുസവിധത്തിലേക്ക് ചെല്ലുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് അല്ലാഹുവിനെ നേരിട്ടങ്ങ് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അത്തഹിയാത്തുൽ മുബാറകാത്തു അസ്സലവാത്തു ലില്ലാഹ്. എല്ലാ തിരുമുൾ കാഴ്ചകളും ഇതാ അല്ലാഹുവേ അവിടത്തേക്ക് ഞാനിതാ സമർപ്പിക്കുന്നു
വരുന്നു എന്ന് പറഞ്ഞപ്പോ അല്ലാഹു പറയുകയാണ്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുവിൻ്റെതാകുന്ന ബറക്കത്തും അവൻ്റെതാകുന്ന കാരുണ്യവും അവൻ്റെതാകുന്നതായ രക്ഷയുടെ കവചവും നബിയേ തങ്ങൾക്കുണ്ടാവട്ടെ. റസൂലേ റസൂലേ. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ പാപികളും ദോഷികളുമാകുന്ന നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ സലാം നമുക്ക് കൂടി കിട്ടാൻ വേണ്ടി നബി തങ്ങൾ പറയുകയാ, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. സലാം നമ്മളുടെ മേൽ മാത്രമല്ല എല്ലാ സാലിഹീങ്ങളുടെ മേലും ഉണ്ടാവട്ടെ. റസൂലുള്ള ദുആ ചെയ്യുകയാണ്. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം അടക്കമുള്ളവർ ഒച്ചത്തിൽ പറയുന്നത്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. തീർച്ചയായും മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണ്, ദൂതനാണ് എന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു എന്ന് ബഹറുൻ നൂറിൽ നിന്നുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പറയുകയാണ്. സുമ്മ തനാഫതദല്ലാ ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ. അമ്പിലേക്ക് വില്ല് എത്രമാത്രം ചേർന്ന് നിൽക്കുന്നുണ്ടോ അതിനേക്കാൾ കൂടുതൽ അല്ലാഹും അവന്റെ റസൂലും അടുത്തടുത്തിരുന്നു കൊണ്ട് കണ്ടു. നേരിട്ടാണ് കണ്ടത്. അല്ലാഹുവിന്റെ റസൂല് കണ്ടതിനെ കുറിച്ച് ഖുർആൻ വ്യക്തമായി പറയുകയാണ്. ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബറാ. അല്ലാഹുവിന്റെ വലിയ ദൃഷ്ടാന്തങ്ങൾ ലോകത്തിന്റെ ഹബീബിനെ കാണിച്ചു കൊടുക്കുകയാ. ആ റസൂലുള്ളാഹിക്ക് സന്തോഷമായി ഒരു വർഷം മുമ്പ് തന്റെ പ്രിയപ്പെട്ടതാകുന്ന പിതൃവ്യനാകുന്ന അബൂ താലിബ് വഫാത്തായി. തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഖദീജ 3 ദിവസം കഴിഞ്ഞപ്പോൾ വഫാത്തായി. വിഷമിച്ചിരിക്കുന്ന പ്രവാചകർക്ക് ഇതാ ഒരു വർഷത്തിന് ശേഷമുള്ളതാകുന്ന വെളിയാളമാണ്, വലിയ യാത്രയാണ്. ഈ യാത്ര ഇത്രയും പ്രതീക്ഷിച്ചില്ല. അംബിയാ മുർസലീങ്ങൾക്ക് കിട്ടാത്ത, അതിൽ തന്നെ കലീമുള്ള മൂസാ നബിക്ക് അല്ലാഹു നൽകാത്ത, ഇബ്രാഹിം നബിക്ക് അല്ലാഹു കൊടുക്കാത്ത വല്ലാത്ത സൗഭാഗ്യം. നേരിട്ട് അല്ലാഹുവിനെ കാണാനുള്ള കണ്ണും കാണാനുള്ള കൂവത്തും കാണാനുള്ള ശരീരവും ലോകത്തിന്റെ നായകർക്ക് നൽകുകയാണ്. റസൂലുള്ളാഹിക്ക് 50 വഖത്ത് നമസ്കാരം കൊടുക്കുകയാ. ഉമ്മത്തിനെ കൊണ്ട് ഇത് അമൽ ചെയ്യിപ്പിക്കണേ എന്ന് ലോകത്തിന്റെ നായകനോട് പറയുകയാണ്. സന്തോഷത്തോടുകൂടി വാങ്ങിക്കൊണ്ട് റസൂലുള്ളാഹി പുറപ്പെടുകയാണ്. 6ാം ആകാശത്തേക്ക് എത്തിയപ്പോ മൂസാ നബി തടഞ്ഞുകൊണ്ട് പറയുകയാ, പോകരുതേ മുഹമ്മദേ, പോകരുതേ. എന്റെ ഉമ്മത്ത് ഇത് അമൽ ചെയ്യുകയില്ല. 50 വഖത്തിനുള്ള നമസ്കാരവുമായിട്ട് മുത്തുനബി വരുമ്പോ മൂസാ നബി തടഞ്ഞിട്ട് പറയുന്നു, തിരിച്ചു പോകണേ റസൂലേ, ഒന്ന് കുറച്ചു തരാൻ വേണ്ടി അല്ലാഹുവിനോട് ആവശ്യപ്പെടണേ റസൂലേ. 9 പ്രാവശ്യം റസൂലുള്ളാഹി തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ തിരുഹളറത്തിലേക്ക് ചെല്ലുകയാ. സുബ്ഹാനല്ലാഹ്. അവസാനം 5 വഖത്തായി, ഓരോ ഘട്ടം ഘട്ടമായി 5 വഖത്ത് വീതം ചുരുക്കിയിട്ട് അവസാനം 5 വഖത്തിലായി നമസ്കാരത്തെ നിർണയിച്ച് നൽകിയപ്പോഴും മൂസാ നബിയുടെ അടുക്കലേക്ക് വരുമ്പോഴും മൂസാ നബി പറയുകയാണ്. മൂസാ നബി ലോകത്തോട് വിളിച്ചു പറഞ്ഞു, മുത്തുനബിയോട് പറയുന്നു, നബിയേ ഇതുമായി പോകരുതേ, പോകരുതേ. എന്റെ ഉമ്മത്താകുന്ന ഇസ്രായേലി ജനതയോട് ആരാധന നിർവഹിക്കാൻ ഞാൻ പറഞ്ഞിട്ട് അവർ തിരിഞ്ഞു നിന്നതായ സമൂഹമാണ്. ഈ 5 വഖത്തും നിങ്ങളുടെ ഉമ്മത്ത് ഏറ്റെടുക്കില്ല. അതുകൊണ്ട് ഒന്നുകൂടി ലഘൂകരിക്കാൻ അള്ളാന്റെ അടുക്കലേക്ക് പോകണേ. ആദരവായ പ്രവാചകൻ പിന്നീട് സ്വഹാബത്തിനോട് പറയുകയാണ്, ഞാൻ ലജ്ജിച്ചു പോയി സ്വഹാബ. 9 പ്രാവശ്യം അള്ളാന്റെ അടുക്കലേക്ക് ചെന്നിട്ട് ആ 9 വട്ടവും അല്ലാഹു കുറച്ച് 50 വഖത്തിൽ നിന്ന് 5 വഖത്ത് വീതം കുറച്ചിട്ട് അവസാനം 5 വഖത്ത് നൽകിയിട്ടും അതുമായി തിരിച്ചു പോകാൻ എനിക്ക് ലജ്ജ തോന്നിപ്പോയി സാബ. ആ 5 വഖത്തുമായി നമ്മടുക്കലേക്ക് വന്നു സയ്യിദുനാ റസൂലുള്ളാഹി. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു വിടുന്നതിൽ വേറെ സംഭവമുണ്ട്. എന്താ അത്? പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, അള്ളാഹുവിനെ കണ്ട ആളാണ് ആര്? മുത്തുനബി. ആ കണ്ട ആളെ വീണ്ടും വീണ്ടും കാണുക. അയാൾ പോയാൽ പിന്നെ കാണാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഒന്നുകൂടി പറഞ്ഞു വിടുക. മൂസാ നബി അങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ തൂരിസീന പർവ്വതത്തിൽ കയറി ചെന്നപ്പോൾ
അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ചെറിയ പ്രകാശാണ്. ആ പ്രകാശത്തിലൂടെയുള്ള അശരീരി കൊണ്ടാണ് സംസാരിക്കുന്നത്. കോടാനുകൂടി പ്രകാശത്തിൽ നിന്നൊരു ചെറിയ പ്രകാശം കാണണമെന്ന് വാശി പിടിച്ചപ്പോൾ കാണാൻ പറ്റിയില്ല. ബഹുമാനപ്പെട്ടതാകുന്ന മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അശരീരി മുഖേന സംസാരിച്ചു. അല്ലയോ മൂസ, വമാ തിൽക ബിയമീനിക യാ മൂസ, എന്താ നിന്റെ വലത് കയ്യിലിരിക്കുന്നത്? മൂസാ നബിയുടെ കയ്യിൽ ഒരു വടിയുണ്ട്. അപ്പോൾ മൂസാ നബി അള്ളാഹ് ചോദിച്ചല്ലേ, അപ്പം അതിന് കുറേ നേരം അങ്ങോട്ട് മറുപടി കൊടുത്തു എന്നാ ഖുർആൻ പറയുന്നുണ്ട്. ഖാല ഹിയ അതവക്കഉ അലൈഹ വഅഹുശു ബിഹാ ലാ ഗനമി വലിയ ഫിഹാ മആരിബു ഉഖറ. വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നു അതും കൂടെ പറഞ്ഞേനെ. ഞാൻ ഇതുകൊണ്ട് ആടുകളെ മേയ്ക്കുന്നതാണ്. ഞാൻ ഇതിന്മേൽ ചാരിയിരിക്കും, ഈ വടി കൊണ്ട് ചാരിയിരിക്കുന്ന ഈ വടിയുമേ ചാരിയിരിക്കും. മാത്രമല്ല എനിക്കിതുകൊണ്ട് വേറെ ഒരുപാട് ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ അള്ളാഹുവിൻ്റെ അടുക്കൽ സമയങ്ങൾ അള്ളാഹ് ചോദിച്ചപ്പോൾ അള്ളാഹിൻ്റെ മുന്നിൽ എത്ര നേരം സംസാരിക്കാൻ കിട്ടുമോ ആ കിട്ടുന്ന അവസരം മുതലാക്കുകയാണ്. ആര്? സയ്യിദുനാ മൂസാ നബി അലൈഹി സ്വലാം. അപ്പം നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ, നമുക്കിപ്പോൾ വലിയൊരാളെ കിട്ടും, വലിയൊരു കാര്യപ്പെട്ട ഒരു ഉസ്താദിനെ കിട്ടി, ഒരു ഷെയ്ഖുനായി കിട്ടി. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയിരുന്നു. അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ചോദിക്കുക നമ്മളോട്, എന്തുവാടെ സുഖം തന്നെയല്ലേ, റാഹത്തല്ലേ? അപ്പം നമ്മൾ റാഹത്തന്നെ സുഖം തന്നെ, ഉസ്താദിന് സുഖം തന്നെയാണോ? പിന്നെ അങ്ങോട്ട് ഒരു അമ്പത് ചോദിച്ചു, എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. സാർ ഉസ്താദ് എങ്ങനെ വന്നത്? ട്രെയിനാണോ വന്നത്? കാറിനാണോ വന്നത്? ഉസ്താദ് ഷുഗർ വല്ലതും ഉണ്ടോ, പ്രഷർ വല്ലതും ഉണ്ടോ? എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ചോദിക്കണ്ടേ? വേറെ ചോദിക്കുക. എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടി നമ്മൾ കിട്ടുന്ന അവസരം അവരോട് എന്തൊക്കെ സംസാരിക്കാൻ പറ്റുമോ അത്രയും നേരം വലിയ സുഖത്തോടു കൂടി നമ്മൾ സംസാരിക്കും. എന്നതുപോലെ അള്ളാഹുവിൻ്റെ മുന്നിൽ കിട്ടിയ ഒരു അവസരമാണ്. ആ അവസരം മുതലാക്കി സയ്യിദുനാ മൂസാ നബി അലൈഹി സ്വലാം. അത് തൂർ സീനാ പർവ്വതത്തിൽ വെച്ച് മുമ്പ് നടന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ അള്ളാഹുവിനെ കണ്ടിട്ടിറങ്ങി വന്ന പ്രവാചകർ ആ റാഹത്തും സന്തോഷമൊക്കെ മുത്തുനബിയെ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട മൂസാ നബിക്ക് ഭയങ്കര എന്നെ കാണാൻ വിളിപ്പിച്ചെങ്കിലോ. അതുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം കണ്ടവരെ കാണുക എന്നുള്ള ആശയം ശരിക്കും മുതലാക്കുകയാണ്. അതുകൊണ്ട് പറഞ്ഞു, ഏയ് ഈ നിസ്കാരമായിട്ടൊന്നും പോകണ്ട, തിരിച്ചു പോയിട്ട് കുറപ്പിക്കുക. അപ്പം നബി വീണ്ടും പോകും. നബിക്ക് സന്തോഷം, നബിക്ക് വീണ്ടും കാണാൻ അവസരം കിട്ടാൻ. അങ്ങനെ 9 വട്ടം പോയി. അപ്പോഴൊക്കെ മൂസാ നബിയാ പറഞ്ഞു വിടുന്നത്. 6-ാം ആകാശത്ത് സയ്യിദുനാ മൂസാ നബി അലൈഹി സ്വലാം നിലകൊണ്ടിട്ടുണ്ട്. മൂസാ നബി പറയും പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. അങ്ങനെ 9ാമത്തെ വട്ടം പോയിട്ട് വന്നപ്പോൾ നബി പറയും ഞാനങ്ങ് ലജ്ജിച്ചു പോയി. പിന്നെ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇനി 5 കൂടെ കുറച്ചാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങ് പോന്നു. 5 വക്കത്ത് നമസ്കാരമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ 5 നേരമുള്ളതാകുന്ന 5 സമയങ്ങളിലുള്ള നമസ്കാരം സുബഹി, ളുഹർ, അസർ, മഗ്രിബ്, ഇശ, ഈ 5 നേരമുള്ളതാകുന്ന നമസ്കാരം ഒരു നേരത്തെ നമസ്കാരം നിർവഹിച്ചാൽ തന്നെ 10 കൂലി ലഭിക്കാൻ. അപ്പോൾ 5 വക്കത്തും കിട്ടിയാൽ 50 വക്കത്തിന്റെ പ്രതിഫലം. അള്ളാഹു തൗഫീഖ് തരട്ടെ. 50 വക്കത്താണല്ലോ ആദ്യം കൊടുത്തത്. ആ 50 വക്കത്തിന്റെ പ്രതിഫലം ഈ 5-ൽ തന്നെ ലഭിക്കും. സുബഹി നിസ്കരിച്ചാൽ 10 നന്മ, ളുഹർ, അസർ, മഗ്രിബ്, ഇശ ഇങ്ങനെ 4 വക്കത്തും നിസ്കരിച്ചു കഴിഞ്ഞാൽ ഓരോ നന്മകൾ കൂടി 50 നന്മകൾ ലഭിക്കും. അപ്പോൾ 50 വക്കത്തിന്റെ പ്രതിഫലം ലഭിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാകപ്പെടുത്തി നമസ്കാരം പിന്നീട് കൊണ്ടുവരിക. നബി തങ്ങൾ ഇവിടെ നാട്ടിലെത്തി സ്വഹാബത്തിനോട് ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. പല സ്വഹാബത്തും മുർത്തദായി പോയി. പലരും പറഞ്ഞു, മുസ്ലിമായ ആളുകൾ പോലും എങ്ങനെ ഇപ്പോൾ സംഭവിക്കുക, എവിടെ പോയിട്ട് വന്നത്, എന്താ ഈ പറയുന്നത് നിങ്ങൾ? 2 മാസത്തെ വഴിദൂരമാണ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകാൻ വിടുന്നത്. അവിടെയും പോയത് മാത്രമല്ല അള്ളാഹയെ കണ്ടിട്ട് വന്നതെന്ന്. ഇതിമ്മ തലയ്ക്ക് സുഖമില്ലാതെ എന്തോ പറയുകയാണ്. ഖുറൈശികൾ പാട്ടാക്കി അങ്ങനെ നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് ആര് വരുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. അബൂബക്കർ പറഞ്ഞു ഞാൻ വിശ്വസിച്ചു. മൂപ്പരെ സിദ്ദീഖ് എന്ന് പേര് വിളിച്ചു. സയ്യിദുനാ റസൂലുള്ളാഹ്. ഇത് ഇന്നത്തെ കാലത്ത് നമുക്ക് കേൾക്കുമ്പോൾ വലിയ അതിശയോക്തി ഇല്ല. എന്തുകൊണ്ട്? ഇന്നിപ്പോൾ ഫ്ലൈറ്റ് സംവിധാനങ്ങൾ, വലിയ റോക്കറ്റ് വിക്ഷേപങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ട് ചന്ദ്രനിലും ഒക്കെ പോയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവുമ്പോൾ അതെന്തായാലും ഉണ്ടാവുമെന്ന് നമുക്ക് പറയാം. മനസ്സിലായില്ലേ? ഇപ്പോഴും അവിശ്വസിക്കുന്ന യുക്തിവാദികൾക്ക് നഊദു ബില്ലാഹ് അല്ലാഹു കാത്ത് സംരക്ഷിക്കട്ടെ. അങ്ങനെയുള്ള ആളുകൾ ഇതിന് ഇന്നും ഉണ്ടല്ലോ ലോകത്ത്. ദീനില്ല മതമില്ല എന്ന് വിശ്വസിക്കുന്നതാകുന്ന ആളുകൾ, നിരീശ്വരവാദികൾ, എന്തിനേയും എതിർക്കാൻ വേണ്ടി നിലകൊണ്ടെന്ന കച്ചകെട്ടിറങ്ങിയ ആളുകൾ, അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം ഖുർആനിൻ്റെതാകുന്ന വീക്ഷണങ്ങൾ. ലോകത്ത് ശാസ്ത്രവും ശാസ്ത്രലോകം എത്ര നിരീക്ഷണവും പരീക്ഷണവും പരിവേഷണം നടത്തിയാലും എത്തിപ്പിടിക്കാൻ പറ്റൂല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തതാകുന്ന ഈ യാത്രയോളം. അതിനുവേണ്ടിയാണ് ചെറിയൊരു യാത്ര കൊണ്ട് പറഞ്ഞാൽ ആർക്കും കൊണ്ട് റാഹത്താവൂല. ഈ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് കാഴ്ചകൾ ഹദീസ് ഇഷ്ടം പോലെയുണ്ട്, സമയമില്ല. ഞാനിപ്പോൾ ആ യാത്ര, മെഹറാജിന്റെ കുറഞ്ഞ യാത്രയും ആ ആത്മാക്കളുടെ ലോകമൊന്ന് ചുരുക്കി പറഞ്ഞതെന്ന് മാത്രം. ഒരുപാട് കാഴ്ചകൾ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ 5 വക്കത്ത് നമസ്കാരം നമ്മുടെ കയ്യിലേക്ക് നൽകിയിട്ട് മുത്തുനബി പറഞ്ഞു, ഈ 5 വക്കത്ത് നമസ്കാരം അള്ളാഹുവിനെ കണ്ട മുത്തുനബിക്ക് അങ്ങോട്ട് വിളിച്ചിട്ട് കൊടുത്ത സമ്മാനമാണിത്. ഇവിടെ ശ്രദ്ധിക്കേ, ഒരൊറ്റ പോയിന്റ് പറഞ്ഞിട്ട് നിർത്തുകയാണ്, ദ്വാരയ്ക്ക് വരിക. എന്താ നമസ്കാരം എന്ന് പറയുന്ന അമൽ എങ്ങനെ കിട്ടിയതാ?
മുത്തുനബി അങ്ങോട്ട് വിളിച്ച് അള്ളാഹുവിൻ്റെ തിരുഹദ്റത്തിൽ കൊണ്ടുവന്നിട്ട് നേരിട്ട് കണ്ട് സംസാരിച്ചിട്ട് കൊടുത്തതാണ് നിസ്കാരം. ഖുർആൻ എങ്ങനെ കൊടുത്തതാ? മുത്തുനബി ഭൂമിയിൽ നിലകൊള്ളേ ജിബ്രീൽ എന്ന മാലാഖ മുഖേന അങ്ങോട്ട് കൊടുത്തു വിടുകയാണ്. വിളിച്ചിട്ട് കൊടുത്തതല്ല, അങ്ങോട്ട് കൊണ്ട് കൊടുക്കാൻ ഖുർആൻ. എന്നിട്ട് ഈ നമസ്കാരം കൊടുത്തിട്ട് അള്ളാഹു പറയുന്നു, മൻ സറഹു അൻ യൽഖല്ലാഹ ഗദൻ മുസ്ലിമൻ ഫല്യുഹാഫിദ് അല സ്വലവാത്തിൽ ഖംസ ശഫീഉന റസൂലുള്ളാഹി. ഈ 5 നേരത്തെ നമസ്കാരം 5 വഖത്ത് ആരെങ്കിലും കൃത്യമായി അനുഷ്ഠിച്ചാൽ നാളെ അള്ളാഹുവിനെ നേരിട്ട് മുസ്ലിമായി അവൻ കണ്ടുമുട്ടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അള്ളാഹുവിനെ കണ്ട പ്രവാചകർക്ക് അള്ളാഹു നേരിട്ട് കൊടുത്ത നമസ്കാരം. ഈ നിസ്കാരം എന്തിനാ കൊടുത്തത്? മുത്തുനബിയുടെ ഉമ്മത്താകുന്ന നമുക്ക് നൽകിയത് എന്തിനാ? ഈ 5 വഖത്ത് നമസ്കാരം ചിട്ടവച്ചാൽ നാളെ അള്ളാഹുവിനെ നേരിട്ട് കാണാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടിയാണ്. അള്ളാഹുവിനെ കാണണ്ടേ? നമുക്കും കാണണ്ടേ? മുത്തുനബി കണ്ട കഥ മാത്രമല്ല, നാളെ റബ്ബിനെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും, ഉറപ്പാണ്. ഹദീസ് കൊണ്ട് സ്ഥിരപ്പെടുത്തതാണ്. അങ്ങനെ കാണപ്പെടണമെങ്കിൽ നിന്റെ ശരീരത്തെ പാകപ്പെടുത്തേണ്ടതുണ്ട്. നീ നെഞ്ചു കീറിയിട്ട് തന്തം വെള്ളം കൊണ്ട് നീ എന്നെ കഴിയാറൊന്നും ശരിയാവുന്നില്ല. നബിയെ പാകപ്പെടുത്തുവല്ല, അങ്ങനെയൊന്നുമല്ല. നീ പാകപ്പെടേണ്ടത് ഈ നിസ്കാരത്തിലൂടെയാണ്. ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. എല്ലാ മ്ലേച്ഛതയിൽ നിന്നുമൊക്കെ നിന്നെ ശുദ്ധീകരിക്കപ്പെടും ഈ നമസ്കാരം കൊണ്ട്. 5 നേരം നിസ്കരിച്ചു നോക്കിയേ, കള്ളുകൂടി മാറും, വ്യഭിചാരം മാറും, സിനിമ കാണൽ കുറയും, സീരിയൽ കാണൽ കുറയും. 5 നേരം സമയാസമയം കൃത്യത വെച്ചുകൊണ്ട് നിസ്കരിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ നിസ്കരിച്ചാൽ രക്ഷപ്പെടും, ഉറപ്പാണ്. നമസ്കാരം എന്ന് പറയുന്നത് അങ്ങനെ സമയബന്ധിതമാണല്ലോ. ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. നമസ്കാരം എന്ന് പറയുന്നത് സമയബന്ധിതമാണ്, സമയബന്ധിതമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇസ്രാ മിഅ്റാജ് രാവിൽ ഒരുപാട് കാഴ്ചകൾ എനിക്ക് കാണിക്കപ്പെട്ടു. അതിലൊരു കാഴ്ച എന്റെ ഹൃദയത്തെ വല്ലാതെ പിടിച്ചു കുലുക്കി പോയി. സ്വഹാബാ ലൈലത്തുൻ ഉസ്രിയ ബിൽ സമാ റഅയ്തു ഖൗമാ. ആ രാത്രിയിൽ ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഒരു കൂട്ടം ആളുകളെ കാണുകയാണ്. തുറളഹു റൂസഹും ബിസ്സഖരി. പാറക്കല്ലിന്റെ ചീളുകൊണ്ട് സ്വന്തം തലകളെ അടിച്ചു പൊളിക്കുന്നതായ ആളുകളെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി. സാബാ റഅയ്തു ഖൗമാ തുറളഹു റൂസഹും ബിസ്സഖരി. പാറക്കല്ലിന്റെ ചീളെടുത്തിട്ട് സ്വന്തം തല തല്ലി പൊളിക്കുന്നതായ ആളുകൾ രക്തം ചീന്തുകയാണ്, രക്തം ചീന്തുകയാണ്, രക്തം വാർന്നൊലിക്കുകയാണ്, മരണത്തിലേക്ക് മല്ലടിക്കുകയാ, സക്കറാത്തിന്റെ ഹാലിൽ നിലകൊള്ളുകയാണ്. അവരിതാ മരണവേദന അറിഞ്ഞുകൊണ്ട് മരണപ്പെട്ടു പോയാണ്. വീണ്ടും ആത്മാവിന് നൽകപ്പെടുകയാണ്. വീണ്ടും അവരുടെ കൈകളിലേക്ക് പാറക്കല്ലിന്റെ ചീളുകൾ എടുക്കുകയാ, വീണ്ടും തലതല്ലി പൊളിക്കുകയാണ്. തല പൊട്ടിക്കപ്പെട്ടതിന് ശേഷം വീണ്ടും ഇതാ പൂർവാധികം ഭംഗിയായി തല കൂടി ചേരുകയാ. വീണ്ടും ഇതാ പാറക്കല്ല് കൊണ്ട് തലയടിച്ച് പൊട്ടിക്കുകയാണ്, വേദന കൊണ്ട് പൊളയുകയാണ്. ഈ കൂട്ടരാരാണ് എന്ന് ജിബ്രീലിനോട് ഞാൻ ഇസ്റാ മിഅ്റാജിന്റെ രാവിലെ ചോദിക്കുകയാണ്. മൻഹാ ഉലായി യാ ജിബ്രീൽ. ആരാണ് ജിബ്രീലെ ഈ കൂട്ടരെന്ന് ജിബ്രീലിനോട് ഞാൻ ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറയുകയാണ്, അല്ലദീന തതസാഖലൂന റൂസഹും അനിസ്സലാ. നമസ്കാരത്തെ ഭാരമായി കണ്ടവരാണ് നബിയേ. ദുനിയാവിലെ നമസ്കാരത്തെ ഭാരമായി കണ്ടവരാണ് റസൂലേ. അള്ളാഹുവിനെ കണ്ടതാകുന്ന പ്രവാചകർക്ക് അള്ളാഹു നേരിട്ട് കൊടുത്തതായ സമ്മാനമായ നമസ്കാരം, ആ നമസ്കാരം 50 വഖത്തിൽ നിന്ന് 5 വഖത്താക്കി ചുരുക്കിയിട്ട് പോലും ആ 5 വഖത്തിനെ ഭാരമായി കാണുന്നവർക്ക് നാളെ ഇതാ മഹ്ശറയിൽ നൽകപ്പെടുന്നതായ ശിക്ഷയാണ്. തുറളഹു റൂസഹും ബിസ്സഖരി. പാറക്കല്ലിന്റെ ചീളുകൊണ്ട് തലയടിച്ച് പൊട്ടിക്കുന്നതായിട്ട് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി സ്വഹാബാ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ് വഹുവ ഖാദിഉഹും
خادعهم وإذا قاموا إلى الصلاة قاموا كسالى. മുനാഫിക്കുകളുടെ അടയാളം, കപടവിശ്വാസികളുടെ അടയാളം, മുഅ്മിനായ മനുഷ്യ മുഹമ്മദ് എന്ന പേര് വെച്ചിട്ട്, സുലൈമാൻ എന്ന പേര് വെച്ചിട്ട്, അനസി എന്ന പേര് വെച്ചുകൊണ്ട് നടക്കുന്നവരെ, ഷംസീർ എന്ന പേരിട്ടുകൊണ്ട് നടക്കുന്നതായ ചെറുപ്പക്കാരാ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. കപടതയുടെ മുഖം നിനക്ക് പാടില്ല, പാടില്ല. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ് വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലാ الصلاة قاموا كسالى. നമസ്കരിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ, നമസ്കാരത്തിന് വേണ്ടി നിലകൊണ്ടാൽ അവർ അശ്രദ്ധരാണ്, മടിയന്മാരാ. അത്തരത്തിലുള്ള ആളുകളാണ് കപടവിശ്വാസികളെന്ന് വിശുദ്ധമായ ഖുർആൻ. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നമസ്കാരത്തെ അശ്രദ്ധരാക്കുന്ന ആളുകൾക്ക് നാശമാണ്, നാശമാണ്, നാശമാ. അവർക്ക് നാളെ ഖബറിലും ശിക്ഷയാണ്, നാളെ മഹ്ശറയിലും ശിക്ഷയാണ്. അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അഅമാലിഹിം അസ്സലാ. നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ, അല്ലാഹുവിന്റെ തിരുഹളറത്തിലേക്ക് മനുഷ്യ നിന്നെ കൊണ്ടുപോയി നിർത്തപ്പെട്ടാൽ ആദ്യമായി ചോദിക്കുന്നത് അമലുകളിൽ നിന്ന് നമസ്കാരമാണ്, നമസ്കാരമാണ്, നമസ്കാരമാണ്. കൊറോണ എന്ന മഹാമാരി വന്നപ്പോ ജുമുഅകൾ മുടക്കി കളഞ്ഞതായ ആളുകളില്ലോ, വീട്ടിൽ നമസ്കാരം നിർവഹിക്കാൻ ഖതീബുമാർ ഉസ്താദുമാർ പറഞ്ഞപ്പോൾ അതനുസരിച്ചുകൊണ്ട് നിലകൊണ്ടതായ ആളുകൾ, മഹാമാരി നീങ്ങിയിട്ട് ലോക്ക്ഡൌൺ മാറിയതിനു ശേഷം ഇപ്പോഴും ജുമുഅകളെ കളഞ്ഞു കുളിക്കുന്നവരില്ലയോ? ബിസിനസിന്റെ പേരിൽ കളയുന്നവരില്ലയോ? തിയേറ്ററിൽ പുതിയ പടങ്ങൾ റിലീസ് ആകുന്നത് നോക്കിക്കൊണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങൾ തിയേറ്ററിലേക്ക് ഓടുന്നവരില്ലയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൻ തറക സ്വലാത്തൻ മുതഅമ്മിദാ. ആരെങ്കിലും മനഃപൂർവമായിട്ട് ഒരൊറ്റ നമസ്കാരത്തെ ഒഴിവാക്കിയാൽ ബരി അല്ലാഹു മിൻഹു വ ബരി മിനല്ലാഹ്. അല്ലാഹു അവനിൽ നിന്ന് പരിപൂർണമായി ഒഴിവാകുകയാണ്. അവനെ ഇനി അല്ലാഹു കാരുണ്യത്തിന്റെ നോട്ടം നോക്കുകയില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഒരൊറ്റ നമസ്കാരം ഒഴിഞ്ഞാൽ തന്നെ അല്ലാഹുവിന് അവനിൽ നിന്ന് പരിപൂർണമായി ഒഴിവാകുന്നതാണ്. മൻ തറക സലാസ ജുമഅൻ. ആരെങ്കിലും 3 ജുമഅ ഒഴിവാക്കിയാൽ തബഅല്ലാഹു ഫീ ഖൽബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹൃദയത്തിൽ കുഫ്രിയത്തിന്റെ സീൽ വെക്കമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് നമസ്കാരം ഗൗരവത്തിൽ കാണണേ മുസ്ലിമേ. മിഅ്റാജിന്റെ സന്ദേശം അതാണ്, അത് മാത്രമാണ്, മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി അവന്റെ ദർബാറിലേക്ക് വിളിച്ചു കൊണ്ടുപോയി ഈ ഉമ്മത്തിന്റെ രക്ഷക്കായി നൽകിയതായ നമസ്കാരം. പെങ്ങളെ കളഞ്ഞു കുളിക്കല്ലേ സഹോദരി. 5 വഖത്ത് നമസ്കാരം കല്യാണത്തിന്റെ പേരിലായിരുന്നാലും എന്ത് പ്രോഗ്രാമിന്റെ പേരിലായിരുന്നാലും നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത മറക്കരുതേ ചെറുപ്പക്കാരാ. ആ നമസ്കാരം കൃത്യമായി നിർവഹിച്ചാൽ അല്ലാഹുവിനെ നേരിട്ട് കാണാനുള്ള കണ്ണ് പടക്കപ്പെടുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനുവേണ്ടിയാകണം നമ്മുടെ ജീവിതം. അപ്പോൾ പരിശുദ്ധമായ മിഅ്റാജ് നമസ്കാരത്തിന്റെ വാർഷികം കൂടിയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് തന്നെ ആ രാവ് ശരിക്ക് ഇബാദത്ത് കൊണ്ട് സജീവമാക്കണം. അതാണ് ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞത്, 15 രാവുകളിൽ ഇബാദത്തെടുക്കൽ ശ്രേഷ്ഠമാക്കപ്പെട്ട രാവുകളിൽ പെട്ടതാണ് ലൈലത്തുൽ മിഅ്റാജ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ രാവിലെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇന്ന് എഴുന്നേറ്റ് വരും എല്ലാവരും, കസേരയിൽ നിന്ന് എഴുന്നേറ്റ് വരും, ദുആ ചെയ്യും എല്ലാവരും. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും വരും, എല്ലാവരും വരും. ചെറിയൊരു ദുആ, നീട്ടുന്നതില്ല, വേഗം.
എല്ലാവരും ഒന്ന് മുസാഫാത്തായിക്കോളെ വേഗം. പൈസ ഉള്ളവരില്ലാത്തവരൊക്കെ വരും. എല്ലാവരും ഒന്ന് മുസാഫാത്ത്. അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. ആരും പോരുത്. അഷ്റഫ് സാഹിബ് എല്ലായിടത്തും ഉണ്ടല്ലോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പ്രിയമുള്ള മുഹ്മിനികളെ, വളരെ ആത്മീയമായ മജ്ലിസാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് പ്രഭാഷകനാണ്, ഇമാമാണ്, ഹാഫിളാണ്. അതുകൊണ്ട് തന്നെ ദുആക്ക് ഇജാബത്ത് നൽകാൻ ഒട്ടേറെ ഒരുപാട് നമ്മളുടെ ദുആക്ക് ഉത്തരം കിട്ടാനുള്ളതായ ഒരു അവസരമാണ്. അതുകൊണ്ട് തന്നെ വിദൂരം നിൽക്കുന്ന എല്ലാവരും വന്യരായ ഉസ്താദുകളുടെ കൈമുസാഫത്ത് ചെയ്യുക. ഒരു പണ്ഡിതന്റെ സയ്യിദിന്റെ കൈമുസാഫത്ത് ചെയ്യുന്നത്, ഒരു മുഹ്മിനോട് മുസാഫത്ത് ചെയ്യുന്നത്, അവരിലേക്ക് 100 റഹ്മത്ത് അല്ലാഹു തആല ഇറക്കപ്പെടുമെന്നാണ്. എല്ലാവരും വേദിയിൽ കടന്നു വന്നുകൊണ്ട് നിങ്ങളെ കയ്യിലുള്ള സഹായം നൽകി മുസാഫത്ത് ചെയ്യുക. ദുആ കഴിഞ്ഞതിന് ശേഷം തന്നെ എല്ലാവരും പോകാവൂ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഉസ്താദ് അവറുകൾ ദുആ ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകമായി ഇവിടെ